പെരുമ്പാവൂർ കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരി അവർ അഡ്മിറ്റ് ആയിരുന്നു. അത് പിടിക്കരുതാ. ഇവർക്ക് അന്ന് വയ്യാതായിട്ട് ഒരു ആംബുലൻസിൽ കയറ്റി വിട്ടു എന്ന് പറയുന്നത്. അങ്ങനെ കയറ്റി വിട്ടുന്നായിരുന്നു ഒരു 10-12 ദിവസങ്ങൾക്ക് മുമ്പ്. നീ അനുഭവിച്ചതൊന്നും ആയില്ല, ഇനി നീ അനുഭവിക്കാൻ പോവാണെന്ന്. അപ്പം എൻ്റെ കൊച്ചിനെ നേരത്തെ വീണ്ടും കൊല്ലാൻ പോവാന്നുള്ളത് ആ സാറിന് അറിയായിരുന്നു. വീട്ടിലുള്ളൂ കുഴി വെട്ടി വെച്ചേക്കാൻ പറഞ്ഞ റെഡി, ഉറപ്പായിട്ടും കൊല്ലും. അവർക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ കാശ് കൊടുത്ത് ആളെ വെച്ച് കൊല്ലും. 2-3 ദിവസമായിട്ട് അവർക്ക് സുഖം കഴിഞ്ഞിട്ട് പനിയായിട്ട് വന്നിട്ട് ഞാൻ ആശുപത്രിക്കുണ്ട്. ഒരു ദിവസം വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കുളിച്ച്. നിങ്ങളുടെ വീട്ടിൽ ഇഡ്ഡലി ഞാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി. അവർ ഇഡ്ഡലി നമ്പർ ആരാണ്ട് അവരുടെ മെക്കറ്റ് ചേച്ചി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതങ്ങനെ പറയണോളൂ. ഇപ്പൊ പറയണോ എടോ, ഞാൻ ടൗണിൽ പോയിട്ട് വന്ന വഴി പുറത്ത് തന്നെ നിൽക്കണേ. CC ക്യാമറ ഉണ്ടല്ലേ, വന്നേ CC ക്യാമറ കാണിച്ചു കൊടുത്തേ. അങ്ങടേക്ക് വെട്ടമില്ലല്ലോ, ഭയങ്കര ഇരുട്ടായിരുന്നു. ജിഷയുടെ അമ്മ ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നതായിട്ട് ആ സ്ത്രീ ഉള്ളത് മറൈൻ ഡ്രൈവിൽ എവിടെയൊക്കെയാണ് കിടക്കാറ്. ജിഷയുടെ ചേച്ചി പെൺകുട്ടി ദീപ ആ സമയത്തൊക്കെ എവിടെയുള്ളത്? ജിഷയുടെ അമ്മ രാജേശ്വരി അവരിവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഡ്മിറ്റ് ഇവർ കാണിക്കുന്നില്ല, പക്ഷെ ഇവിടെ വന്നു പോയി എന്നുള്ളത് പറഞ്ഞു. എന്തോർത്തുകൊണ്ടാണ് പിന്നെ അന്ന് പോലീസും വക്കീലുമാരും ജഡ്ജിമാരും ഇവന് വിധി എഴുതിയത്? അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ദിവസം അല്ലെ 2 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിച്ചു, ചോറ് നിന്നു, എല്ലാം നിന്നു. എന്നെ എല്ലാവരും ചോറും ഭക്ഷണമൊക്കെ തിന്നു ഊട്ടി ഇവിടെ ഇങ്ങനെ ഇരുത്തി ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കുറെ ആളുകളോട് എന്റെ പിള്ളേനെ രാത്രി കത്തിച്ചില്ലേ, എങ്ങനെ സഹിക്കൂടോ? അമീറുസ്ലാമാണ് ചെയ്തതെന്നുള്ള ചേച്ചി പോലും വിശ്വസിക്കുന്നില്ല എന്ന് ചേച്ചി കുറച്ചു മുന്നേ എന്നോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് ചേച്ചിക്ക് വിഷമം ഉണ്ടാവും. തങ്കച്ചന് വേണ്ടിയിട്ട് ഒരുപാട് ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്താണോ ചേച്ചിക്ക് അവിടെ ജോലി മേടിച്ചു തന്നത്? രാത്രി 1 മണിയോടുകൂടി TV19 കേരളയ്ക്ക് നൽകിയ നടുക്കുന്ന ഇന്റർവ്യൂ കാണാം. ഇതിപ്പോ ചേച്ചി നേരം പുലരാറായി, 2 മണിയോടെ എടുക്കും സമയം. ചേച്ചി പോവുകയാണെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് വേറെ എവിടെ ഇരുട്ടത്തൊന്നും പോയി കിടക്കരുത്. ഇവിടെ എന്ന് പറയുമ്പോൾ സാറുമാര് നേരം വെളുക്കാണ്ട് സാറുമാർക്ക് അറിയാം, ഞാൻ നേരം വെളുക്കാണ്ട് ഇവിടെ നിന്ന് എങ്ങും മാറാറില്ല, ഒരു സ്ഥലത്തിട്ട് പോവുകയില്ല. ഓക്കെ, ഇപ്പൊ ചേച്ചി കിടക്കുന്ന ഇവിടേക്കാണെങ്കിൽ ഇത് ക്യാമറ കാണിച്ചു. എവിടെ ക്യാമറ ഉണ്ട്? ഇത് CC ക്യാമറ ഉണ്ടല്ലേ, വന്നേ CC ക്യാമറ കാണിച്ചു കൊടുത്തേ. ഇവിടെ നമുക്ക് CC ക്യാമറ കാണാം. ഇവിടെ നമ്മൾ നേരെ ഇത് ചേച്ചി കിടക്കുന്ന ആ ഭാഗത്തേക്കുള്ളൊരു ക്യാമറയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ സൈഡിൽ ഇവിടെയും CC ക്യാമറ ഉണ്ട്. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ആരെങ്കിലും പാസ് ചെയ്ത് വരികയാണെങ്കിൽ ഈ ക്യാമറയിൽ കിട്ടും. ഈ സൈഡിൽ നിന്ന് ആരെങ്കിലും പാസ് ചെയ്ത് വന്നാൽ ആ ക്യാമറയിൽ കിട്ടും. ഇത് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ആണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ഏരിയ ആയതുകൊണ്ട് തീർച്ചയായിട്ടും CC ക്യാമറ കൊണ്ട് മൊത്തം ഇവിടെ എല്ലാം CC ക്യാമറ ഉണ്ട്. മറ്റേ സൈഡിലേക്ക് നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോയാൽ അവിടെയും CC ക്യാമറ നമുക്ക് കാണാം. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെ കൃത്യമായിട്ട് ഈ ക്യാമറ ക്യാച്ച് ചെയ്യും. എല്ലാ ആംഗിളിലും ക്യാമറയുള്ള ഒരു സ്ഥലമാണ്. പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഈ ബോട്ടുകളെല്ലാം വന്ന് നിർത്തിയിട്ടിരിക്കുന്നതുമായിട്ടുള്ള ഇതുണ്ട്. ഇത് മുഴുവൻ ബോട്ടുകളാണ്. ഈ ബോട്ടുകളെല്ലാം ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട്. മുൻപ് ജിഷ ഭയപ്പെട്ടിരുന്നു, ജിഷയുടെ അമ്മയും ഭയപ്പെട്ടിരുന്നു. ആരെങ്കിലും അവരെ അപായപ്പെടുത്തുമോ എന്നുള്ളത് അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അത് പലപ്പോഴും മുൻപ് എല്ലാ മാധ്യമങ്ങളിലും അത് വന്നിട്ടുള്ളതാണ്, എല്ലാവരും ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ന് ജിഷയുടെ അമ്മ ഇവിടെ ഇങ്ങനെ ഈ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോഴും അവർ ഭയപ്പെടുന്നുണ്ട്, അവരെ ആരെങ്കിലും അപായപ്പെടുത്തുമോ എന്നുള്ളത്. നമസ്കാരം, ഞാൻ ജെയിംസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ജിഷയെ മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. ജിഷയുടെ അമ്മയെ രാത്രി 12 മണിയോടെ എടുക്കുമ്പോൾ ഞാൻ ഇതിലൂടെ വരുമ്പോൾ കണ്ട കാഴ്ചയാണ്. 2-3 തെരുവ് നായ്ക്കളുടെ കൂടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് കാണാം. ഇതൊരു പുതിയ കാഴ്ചയൊന്നുമല്ല എറണാകുളത്തുള്ളവർക്ക്. കാരണം ഇത് എല്ലാ ദിവസവും രാത്രി ഇതിലൂടെ വരുന്ന പോലീസുകാരും ഇതിലൂടെയുള്ള സെക്യൂരിറ്റീസും ഇവരെല്ലാവരും ഈ അമ്മയെ ഇങ്ങനെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവർ രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർ അന്തി ഉറങ്ങുന്നത് എവിടെയാണ്, അവർ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ആ നായ്ക്കളോടൊപ്പമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചേച്ചി, എന്താണ് ചേച്ചി? ചേച്ചിക്ക് എന്നെ ഓർമ്മയുണ്ടോ? എന്നെ ഓർമ്മയുണ്ടോ? ജെയിംസാ, പത്രപ്രവർത്തകനാണ്. നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിരുന്നു, ഓർമ്മയുണ്ടോ? ഇപ്പോൾ ആരും ഇല്ലല്ലോ, ഈ നായ്ക്കൾ മാത്രമായിട്ടുള്ളൊരു വല്ലാത്തൊരു ഇതാണല്ലോ. രാത്രി 12 മണി കഴിഞ്ഞല്ലോ. ഉറങ്ങാറില്ല. പകൽ ഇതിലൂടെ എല്ലാം നടന്നിട്ട് രാത്രി ഉറങ്ങൂലേ? അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റൂലല്ലോ. എന്താ ഉറങ്ങാതെ? അയ്യോ, പിടിക്കില്ല. ഇല്ല, അപ്പോഴൊക്കെ പിടിക്കുന്നില്ല. ഓഫാക്കാം. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് ചിലപ്പോൾ ദൈവവിധി ഇങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ അത് അനുഭവിക്കാതല്ല പറ്റൂലല്ലോ. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ജനിക്കുമ്പോൾ ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ദൈവം വിധിച്ചതല്ല, ഇത് ആളുകൾ അഹംഭാവം കൊണ്ട് ചെയ്തു വെച്ചാണ്. ഇതൊന്ന് കാണിച്ചു കൊടുത്താ ജിഷയുടെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ആകെ ഉള്ളത് ഇപ്പോൾ ആരാന്ന് കാണിച്ചു കൊടുത്തത്? അത് വേണ്ട, പിടിക്കണ്ട. ആളെ കാണിക്കാലോ. വേണ്ട, പിടിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, പിടിക്കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ. കാരണം എനിക്ക് ഉപദ്രവം ഉണ്ടാവല്ലേ. പിടിച്ചോടത്തോളം ആളുകൾ മുഴുവൻ എനിക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ മുഴുവൻ ചെയ്തെന്നും പറഞ്ഞാണ് എനിക്ക് ചെളി വാരി തേച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പൊ കൊതുകിരിയും കഥ ചോദിച്ചിട്ട് ഈ തെരുവുനായായിട്ട് ഇവിടെ ഈ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന മതിയോടും മനുഷ്യനേക്കാൾ ഏറ്റവും നല്ലത് ഇവർക്കാണ് തീറ്റ കൊടുക്കേണ്ടത്. ഇവരാണ് കൂടുതൽ സ്നേഹമുള്ളവര്, ഇവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നന്മയുള്ളവര്. മനുഷ്യനൊക്കെ എന്തിനാടോ? മൃഗമാണ്. സ്നേഹിക്കണമെങ്കിൽ മൃഗത്തിനെ സ്നേഹിക്കണം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ നുണയല്ലല്ലോ, സാക്ഷിയല്ലേ. അതുങ്ങള് എനിക്കിപ്പോ കുറെ വർഷങ്ങളായിട്ട് ഒരു കൊല്ലത്തിൽ കൂടുതലായി അതുങ്ങളെ എനിക്ക് കൂട്ടിനും തുണയ്ക്കുള്ള. ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, എത്ര ദിവസം ഇങ്ങനെ പോവാ മുന്നോട്ട്? എന്റെ കൊച്ചിനെ കൊന്നവരെ കൊന്ന
അന്ന് ഞാൻ കാര്യങ്ങളൊക്കെ നടുപടി ഉണ്ടാക്കും. എന്റെ കൊച്ചിനെ ഇത്രയും നാളും കൊച്ചിനെ കൊന്നവരെ കൊല്ലാത്ത എന്താ? എനിക്ക് അതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്റെ കൊച്ചിനെ കൊന്നവരെ എന്താ കൊല്ലാത്ത? എന്റെ കൊച്ചിനെ കൊന്ന് വേദന തീറ്റിച്ചിട്ട് കുറെ നാളായി. എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ചെയ്യുന്ന ആൾക്കാരും പറയുന്ന ആൾക്കാരും എന്തുകൊണ്ട് അവനെ കൊല്ലല്ല? അമീറുസ്ലാം തന്നെയാണ് ചെയ്തതെന്നുള്ളത് ചേച്ചിക്ക് ഉറപ്പുണ്ട്? ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞു, ഞാൻ കണ്ടില്ല, ഞാൻ എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെന്തിനാ ചോദ്യം ചോദിക്കണേ? നിങ്ങൾ ഇതൊക്കെ കോടതിയോടും ചെയ്തു കുട്ടികളോടൊക്കെ ചോദിച്ചോ, എന്നോട് ചോദിക്കണ്ട. ഞാൻ കാണാത്ത കാര്യങ്ങളൊന്നും എനിക്ക് നുണയും കള്ളത്തരം ഒന്നും പറയാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചു? അതൊക്കെ കഴിച്ചു. ഞാൻ ഒരുമിച്ചാണ് കഴിക്കാറ്. ഞാൻ ഭക്ഷണം കഴിച്ചു, ചോറും നിന്നു, എല്ലാം നിന്നു. എന്നെ എല്ലാവരും ചോറും ഭക്ഷണമൊക്കെ തിന്നു ഊട്ടി ഇവിടെ ഇങ്ങനെ ഇരുത്തി ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജീവിപ്പിക്കെല്ലാവരും എന്നെ അങ്ങോട്ട് ജീവിപ്പിക്കും. എന്റെ കൊച്ചിനെ കൊന്നേച്ചു. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ സമ്മതിക്കാറുണ്ടോ പോലീസ്? പിന്നെ സാറുമാര് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇവിടെ ഇരുന്നേക്കണം. വെറുതെ അല്ലല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഉറങ്ങാതിരുന്ന ശരിയാവും? ഉറങ്ങിയ ശരിയാവൂല. ഈ കിടക്കുന്ന എല്ലാവരും എനിക്ക് കാവലുള്ള. അപ്പൊ ഞാൻ ചേച്ചിനെ അബദ്ധത്തിൽ രാത്രി 12 മണി കഴിഞ്ഞു കേട്ടോ. 12 മണിക്കാണ് ഇവിടുന്ന് ആളുകളൊക്കെ പുറത്ത് വിടുന്നത്. പോലീസുകാർ ചേച്ചിയോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഒരു സംരക്ഷണം ഉണ്ട് ഇവിടെ. ശ്രീ സാറുമാര് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ചേച്ചി എന്നെ ഓർമ്മയുണ്ടോ കുറച്ചാൾ മുന്നേ നമ്മൾ വാർത്ത ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ചേച്ചിനോട് ഒരു കാര്യം പറഞ്ഞു. ചേച്ചിനോട് എന്താ പറഞ്ഞു? ഉറക്കെ കണ്ടാൽ മറക്കില്ല. ഒരിക്കൽ കണ്ട ആരെ കണ്ടാലും മറക്കില്ല. അങ്ങനെ മറവി രോഗം ഇല്ല ചേച്ചിക്ക്. മോളെ കൊന്നു തുടങ്ങി അന്ന് തുടങ്ങി ഇന്നേ വരെയുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. ഒരു വസ്തു മറന്നിട്ടില്ല. ഒരു സെന്റൻസ് എന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ നേരിട്ട് ചോദിക്കുക ചേച്ചിയുടെ. അങ്ങനെയാണ് നമുക്ക് പുറത്ത് ഈ സാധനം ഒന്നും പിടിക്കാൻ പറ്റില്ല. അന്ന് ചേച്ചിനോട് സംസാരിക്കാൻ തയ്യാറായില്ലായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി എന്നോട് ഭയങ്കര ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത്, എന്നോട് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇന്നത്തെ ചേച്ചിയുടെ അവസ്ഥയും എന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒരു അവസ്ഥയില്ല, ഒരു പ്രശ്നവുമില്ല. എന്നെ എന്തായാലും ചേച്ചിക്ക് അറിയാലോ. എന്നെ ഒരിക്കൽ കണ്ട എന്നെ ചേച്ചി ഒരിക്കലും മറക്കില്ല എന്നും പറഞ്ഞു. അത് മറക്കൂല, ചത്താ മറക്കൂല എന്നെ. അതില്ല. അപ്പൊ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. നിങ്ങൾ രണ്ടുപേരും മറക്കൂല. ക്യാമറമാന് ഓർമ്മയുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കും, ഒറ്റ കാര്യം ചോദിക്കും. ചേച്ചിക്ക് നല്ല ഓർമ്മയുണ്ട്, അവർക്കൊരു മറവിയില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കൽ കണ്ടാൽ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, നിന്നെ എനിക്ക് ഓർമ്മയുണ്ടോ, നിന്നെ മറക്കില്ല മോനെ എന്നോട് പറഞ്ഞു ചേച്ചി. മറക്കൂല. ചേച്ചിക്ക് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഓർമ്മയുണ്ട് അല്ലേ? അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത്, അന്ന് അവിടെ പുറത്ത് കനാലിന്റെ സൈഡിൽ ലൈറ്റ് ഇല്ലായിരുന്നു? ഞാൻ പറഞ്ഞില്ല, പുറത്ത് 1-2 വെട്ടം, പക്ഷെ നല്ല വെട്ടം എല്ലാവരും വീട്ടിൽ നിന്നുണ്ട്. അല്ല, ഞാനിപ്പോ അവിടെ ഒന്ന് കണ്ടായിരുന്നു. ആ കനാലിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്, അപ്പുറ സൈഡിൽ ഒരു വീടുണ്ട്, ഇപ്പുറത്തെ സൈഡിലും വീടുണ്ട്. ആ 2 വീടിന്റെ മുറ്റത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിഷയുടെ വീടിന്റെ പിന്നാമ്പുറം ആ കനാലിന്റെ ഭാഗത്ത് ആ കാടിരിക്കുന്ന ഇപ്പൊ കാട് പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ലൈറ്റ് കിട്ടും. ലൈറ്റ് ഉണ്ടെങ്കിൽ കിട്ടും. അന്നപ്പോ അവരുടെ വീടിന്റെ ആ ഫ്രണ്ടിലും സൈഡിലും ഒന്നും ലൈറ്റ് ഇല്ലായിരുന്നു. അവരുടെ ഫ്രണ്ടിലുണ്ട്, പക്ഷെ നമ്മുടെ ആ ഭാഗത്തേക്കില്ല. സാധാരണഗതിയിൽ അവരുടെ വീടിന്റെ സൈഡിലൊക്കെ ലൈറ്റ് അവർ പിടിപ്പിച്ചിട്ടുണ്ടോ? എല്ലാ വീടുകൾക്കും വെട്ടവും ലൈറ്റും ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലും ലൈറ്റ് ഉണ്ട്, സൈഡിലും. ഞാൻ ചെല്ലുമ്പോഴും നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് എല്ലാവരും വീട്ടില്. ഫ്രണ്ടിലാണോ വെട്ടം? ഈ സൈഡിലും വെട്ടം ഉണ്ടായിരുന്നു? സൈഡിലില്ല, ഞങ്ങളുടെ മുറ്റത്തൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവരുടെ വീടിന്റെ സൈഡിൽ എന്ന് വെച്ചാൽ ജിഷയുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലും അതിനടുത്തുള്ള വീട്ടിലും സൈഡിലെ ലൈറ്റുകൾ ഓൺ ആയാൽ ആ ലൈറ്റ് തീർച്ചയായിട്ടും ജിഷയുടെ വീടിന്റെ പുറകു സൈഡിൽ, ആ കനാലിന്റെ സൈഡിൽ വെട്ടം കിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെട്ടം കിട്ടും, ലൈറ്റ് ഉണ്ടെങ്കിൽ വെട്ടം കിട്ടും. ഇത്രയും അടുത്താണ് ആ പെൺകുട്ടി മരണപ്പെട്ടത്. ഇതൊന്നും ആരും കേട്ടിട്ടില്ല, ആർക്കും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ വളരെ തൊട്ടടുത്താണ്. ഇപ്പോൾ ഇവിടെ നമ്മളും കൂടി നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ കനാലും കഴിഞ്ഞ് ഈ റോഡിനോട് ചേർന്നുള്ള വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ആർക്കും ഒന്നും അറിയില്ല, ആരും ഒന്നും കേട്ടിട്ടുമില്ല, പറഞ്ഞു പോലും കേട്ടിട്ടില്ലാത്തുള്ള രീതിയിലാണ് തൊട്ടടുത്തത് അടുത്ത വീട് ഇങ്ങനെ കാണുന്നു. ഇനി വീണ്ടും ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടുത്ത വീടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഒരാളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റൊരു കാര്യമില്ല. ചേച്ചി ഇവിടെ അടുത്താണോ താമസിക്കണേ? ഒരുപാട് ദൂരത്താണോ? ഈ ജിഷ എന്ന് പറഞ്ഞ പെൺകുട്ടിനെ അറിയാമോ ചേച്ചി? കണ്ടിട്ടേ ഇല്ല പെൺകുട്ടിനെ? ആണോ? ഇവിടെ താമസിക്കണമെന്നും അറിയില്ല? ആ പെൺകുട്ടിനെ യാതൊരു പരിചയമില്ല. ജിഷ കൊല്ലപ്പെട്ട അന്ന് ചേച്ചി അവിടെ ചെല്ലുമ്പോൾ 2 വീടിന്റെ സൈഡിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ചേച്ചി നല്ല ഓർമ്മയുള്ള ആളാന്ന് ചേച്ചി. അവരുടെ വീടിന്റെ അവിടെ ചെറിയൊരു വെട്ടമാണ് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൽ അടുക്കള പുറത്തിന്റെ ഭാഗത്ത് സാധാ ബൾബല്ല. ആ ബൾബ് ആ വീട്ടിലും ഇപ്പുറത്തുള്ള വീടിന്റെ ബാക്കിലും ഈ 2 ബൾബ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ആ വെട്ടം സ്വാഭാവികമായിട്ടും ജിഷയുടെ വീടിന്റെ പിന്നാമ്പുറത്തും അതും കിട്ടും. ചേച്ചി ഇപ്പൊ എന്നൊരു കാര്യം പറഞ്ഞു, മോനെ നിന്നെ ഒരു പ്രാവശ്യം കണ്ടത് എനിക്ക് ഇപ്പോഴും നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും മറക്കില്ല എന്ന്. അങ്ങനെ ചേച്ചി ഒന്നും മറക്കില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി ഇപ്പൊ എന്നോട് പറഞ്ഞു, ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു, എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ചേച്ചി പറഞ്ഞു. മുഴുവൻ ഇരുട്ടെന്ന് എന്റെ വീടിന്റെ ഭാഗം എന്ന് വെച്ചാൽ മുറ്റത്ത് ലൈറ്റ് ഉണ്ട്, ഒക്കെ ഇടാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വീടിന്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടിട്ടില്ല, അവിടെ ഇരുട്ടായിരുന്നു. മുറ്റത്തുമില്ല. മുറ്റത്തെന്ന് പറഞ്ഞാൽ അത് മുന്നിലുള്ള മുറ്റമാണ്, പിന്നില് കനാലിന്റെ മുമ്പില് ഫ്രണ്ടില്. പിന്നെ അകത്തെന്ന് പറഞ്ഞാൽ വാതിൽ ഇച്ചിരി വിടവുണ്ട് ഇത്രയും. അതിൽ നോക്കിയ ജിഷ ചിലപ്പോ തൊടാൻ പാടാതൊക്കെ പൂജാമുറിയിൽ ഒരു വിളക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചട്ടി വിളക്കുള്ളതുകൊണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കാറുണ്ട്. അതിൽ കൂടെ നോക്കിയപ്പോഴും വെട്ടമില്ല, കൂനാ കൂനയിരിക്കും.
ഇട്ട. കൊച്ചു വിളിച്ചിട്ട് മിണ്ടാത്ത എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെയാണ് ചോദിക്കുന്നത്. വീടിന്റെ പിന്നാമ്പുറത്ത് ജനലുണ്ട്, കനാലിന്റെ സൈഡിൽ ബാക്കിലുണ്ടെങ്കിൽ പൂട്ടിയിട്ടേക്ക, അത് തുറക്കാറില്ല. വീടിന് വെച്ചിരുന്ന ഓടാണ്. ഇല്ല, ആസ്പെറ്റാസ് വെച്ചാൽ ആസ്പെറ്റോസ് ഷീറ്റാണ്. ഈ ആസ്പെറ്റോസ് ഷീറ്റിന്റെ ഇടയിലെ ഗ്യാപ്പുകളിൽ കൂടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പിന്നാമ്പുറത്ത് ലൈറ്റ് ഇട്ടാൽ ആ ലൈറ്റ് ആസ്പെറ്റോസ് ഷീറ്റിന്റെ പിന്നാമ്പുറത്തെ വിടവുകളിൽ കൂടെ റൂമിന്റെ ഉള്ളിൽ കിട്ടില്ലേ? നിങ്ങൾ റൂമിന്റെ ഉള്ളിലുള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതെനിക്ക് ഞാൻ ഓർക്കാറില്ല അങ്ങനെ. നമ്മൾ ആസ്പെറ്റോസ് ഷീറ്റിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ഇരിക്കണം, അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ ഒരു പലകയിൽ ഘടിപ്പിച്ചിരിക്കുകയാണല്ലോ ആസ്പെറ്റോസ് ഷീറ്റ്, വീടിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയുള്ള വിടവുകളിൽ കൂടെ തീർച്ചയായിട്ടും കട്ട വെച്ച് കിട്ടിയ ഭിത്തിയാണ്. അത് അതിന്റെ മുകളിൽ ഞാൻ കയറി എക്സ്റേയും കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും രാത്രിയൊക്കെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഇനി അതിൽ കൂടെ അവിടെ ഒരു മരം ഉണ്ടല്ലോ പുറകുവശത്ത്, അതിന്റെ കമ്പുകളൊക്കെ ഒടിഞ്ഞ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാറുണ്ട്. ഇനി വരാതിരിക്കാണ്ടിരിക്കാനാണ് ഞാൻ കുറച്ച് കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ വെച്ച് അവിടെ. അതിങ്ങനെ സ്റ്റൂളിട്ട് കയറി നിന്നാണോ ആ പൊത്തുകളൊക്കെ അടച്ചു? അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകളുണ്ട് ചവിട്ടാൻ പാകത്തിന്. അതിമ കൂടെ ചവിട്ടി നമ്മുടെ വീടിന്റെ ഭിത്തിയും അടക്കളയുടെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ച് കയറി ആണ് അതിന്റെ മുകളിൽ കയറുക. അത്ര ഒത്തിരി വലുതല്ലല്ലോ, ഒരിടത്തരല്ലേ. അതുകൊണ്ടാണ് അവര് കല്ല് വെച്ച് എറിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടല് വീണുകൊണ്ടാണ് അവര് മറിയാമ്മയുടെ അനിയത്തിയുടെ കുടുംബവും പിള്ളേരും ഒക്കെ അവിടെ വീടെറിഞ്ഞ് കല്ല് വെച്ച് എറിഞ്ഞ് പൊട്ടിച്ചുകളയടാ, അവിടെ മണിമാളിക പൊട്ടിച്ചുകളയടാ എന്നും പറഞ്ഞാണ് മറിയാമ്മയൊക്കെ വിളകളും ഉണ്ടാക്കിയാണ് ഈ ഏറ്. അപ്പൊ അത് കാരണം പിന്നെ അതുമല്ല ആ വലിയ മരം, ആ മരം നേരത്തെ ആ കണ്ണനോട് മുറിച്ചു മാറ്റാൻ പറഞ്ഞതാ. കണ്ണൻ എന്ത് ചെയ്ത ജമ്മത്ത് അത് മുറിക്കൂല. കണ്ണൻ ആരാണ്? ആ ഒത്തിരി കുടികളുള്ളതോ പൊട്ടക്കിണറുള്ളത് കുടിയാണോ? അതന്നെ ആ തുടി. അപ്പൊ ആ മരം ഇതുപോലെ വലിയ മരമായതുകൊണ്ട് തൊട്ട പൊട്ടി ഒടിഞ്ഞു പോന്ന മരമാണ് അതിന്റെ. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക്കാരും മറ്റുള്ളവരും വരുന്നപ്പോ 100 വട്ടം പറഞ്ഞിട്ട് അത് അവനോട് വെട്ടിക്കളാൻ പറഞ്ഞാൽ വെട്ടിക്കളാം. ഞങ്ങള് 100 വട്ടം പറഞ്ഞിട്ട് പോലും അവൻ അത് വെട്ടിക്കളയേയില്ല. അവനൊന്നും ചെയ്യും. ഒരു തവണ വലിയ കമ്പ് ഞങ്ങൾ ഉറങ്ങണ സമയത്ത് ഒടിഞ്ഞ് വലിയ കവരയായിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോന്ന് ഒടിഞ്ഞ് ആ പോന്നിട്ട് കുറെ അത് ദൈവാദിനോട് ഇങ്ങനെ 2 കവരയായിട്ട് നിന്നാരണം അവിടെ തടഞ്ഞു നിന്നു. അല്ലെങ്കിൽ അത് എന്റെ കൊച്ചിന്റെ മേത്ത് വീണാനെ. കൊച്ചു കൊല്ലപ്പെട്ട് അകത്ത് കിടക്കുന്ന സമയത്ത് ചേച്ചി പുറത്തു വന്നല്ലോ. പുറത്ത് തന്നെയാണ് ഞാൻ വന്നപ്പോഴും നിൽക്കുന്നത്. ചേച്ചി പുറത്താണല്ലോ നിൽക്കുന്നത്. ആ പുറത്ത് വന്ന് നിൽക്കുമ്പോ മോൾ അകത്ത് കിടക്കുകയാണ്. അത് ചേച്ചി അറിയുന്നില്ല. അത് ചേച്ചി അറിയുന്നില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. ഞാൻ അറിയുന്നില്ല. അപ്പോ മോൾ അകത്ത് കിടക്കുമ്പോ ആ വരുന്ന സെക്കൻഡിൽ തൊട്ടടുത്ത് അവിടെ ആ ഡോർ അടയുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശബ്ദമോ ലൈറ്റ് ഓഫ് ആകുന്നതോ? ഞാൻ ഇത്രയും കരഞ്ഞു ഒരക്കെ കരഞ്ഞിട്ട് പോലും ആ അയൽക്കത്തുനിന്ന് ആരും വന്നില്ല. പോലീസ് ഇപ്പൊ വന്നതിന് ശേഷമാണ് ഈ ആളുകളൊക്കെ ചാടി ഇറങ്ങി വന്നത്. അതുവരെ ആരും വന്നില്ല. പിന്നെ അയൽക്കത്ത് നേരെയുള്ള വീട്ടുകാരനോട് ചെന്ന് വിളിച്ച് കരഞ്ഞ് ബഹളം വെച്ചപ്പോ അവൻ വന്നാണ് പോലീസിനെ വിളിച്ചത്. ചേച്ചി ഒന്ന് പുറത്തു നിന്ന്. എടോ, ഞാൻ ടൗണിൽ പോയിട്ട് വന്ന വഴി പുറത്ത് തന്നെ നിക്കണേ, കയ്യിൽ പൊതിയുണ്ട്. മറ്റാ ഒരു വിളി വിളിച്ചാൽ കൈ പൊതി ഉണ്ടെങ്കിലും ഞാൻ വന്ന വഴിയിൽ നിന്ന് എന്നെ മോളെ ജിഷമോളെ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ കൊച്ചു വാതിൽ തുറന്ന് എന്നും ഞാൻ പുറത്ത് പോയി വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് പൊതി മേടിക്കാറാ പതിവ്. ഇന്ന് എന്ത് പാപ്പാണ് അമ്മച്ചി കൊണ്ടുവന്നതെന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പൊതി മേടിക്കാറുണ്ട്. അന്ന് ഒരു വിളി കേട്ട് ഒരുപാട് വിളിച്ചിട്ട് പോലും വിളിച്ചാണ് ഞാൻ വരുന്നത്. പക്ഷെ കൊച്ചു മിണ്ടണമില്ല, അനക്കമില്ല, വീട്ടിലൊരു ചലനവുമില്ല, ഒന്നുമില്ല. ആ വീടിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ ചേച്ചിയുടെ ഒരു മുരടനക്കം കേട്ട ഉടനെ ഓടി വരുന്ന കൊച്ചാണ്. അതെ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൊതി മേടിക്കണം. ജിഷമോൾ എങ്ങനെയാ വരുന്നത്? ഫ്രണ്ടിലെ ഡോർ തുറന്നല്ലേ ഓടി വരുന്നത്? എങ്ങനെയാ വരുന്നത്? ഫ്രണ്ടിൽ വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പുറത്തു പോയാ സന്ധ്യയായ മുമ്പ് വാതിൽ കുറ്റിയിട്ടിരുന്നു. അമ്മ വരാണ്ട് വാതിൽ തുറക്കണം. ചേച്ചി വരുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഓടി വരാറുണ്ട്. ഡോറെ തട്ടിയാലും ഞാൻ വിളിക്കുമ്പോ ഒരു വിളിക്കുക കൊച്ചു ഓടി വരും. ചേച്ചി എവിടെ നിന്നാണ് മോളെ വിളിക്കാറ്? വരുമ്പോ എവിടെ? കനാല് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് വിളിക്കുവോ? ഇല്ല, കനാല് ക്രോസ് ചെയ്ത് വീട്ടിന്റെ അടുത്ത് എത്താറാകുമ്പോഴത്തേക്കാ വിളിക്കണം. അപ്പോഴേക്കും ജിഷമോൾ ഫ്രണ്ട് ഡോർ തുറന്ന് ഇറങ്ങി വരും. എന്റെ കയ്യിൽ നിന്നുള്ള പൊതിയും മേടിച്ചോണ്ട് പുള്ള വരയ്ക്കകത്ത് കയറും. ഈ പൊതിയിൽ എന്താ ചേച്ചി പതിവാട് മേടിക്കാറ്? കാശ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മേടിക്കും. പലഹാരമായിട്ട് എന്തെങ്കിലും മേടിച്ചോണ്ട് വരാറുണ്ട്? പലഹാരം എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചില്ല. ചിലപ്പോ ഒരു ബ്രെഡോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അവക്ക് ഇങ്ങനെ എണ്ണ പലഹാരം ഒന്നും ഇഷ്ടമല്ല. ആകെ ഇഷ്ടമുള്ളത് പരിപാടിയാ. അത് മേടിച്ചോണ്ട് കൊടുക്കുവോ? അത് ഉള്ള പൈസ ഉണ്ടെങ്കിൽ മേടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഈ പച്ചട്ടാണി ഇഷ്ടാ വറുത്തത്. സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ചോറൂണ് ഇച്ചിരി കുറവാ. അപ്പൊ മീൻ വറുത്തുന്നുണ്ടെങ്കിൽ അത് എന്നും അല്ല, അന്ന് മരിച്ച ദിവസം ഈ മീൻ വറുത്തതൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. ചേച്ചിയുടെ കയ്യിൽ അന്ന് അതുണ്ടായിരുന്നു. ഇരുട്ട് കുത്തി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? വീടിന്റെ ഫ്രണ്ട് സൈഡ് ജിഷമോൾ ഉണ്ടെങ്കിൽ ലൈറ്റ് കത്തിയിട്ടുണ്ടാവില്ല, ഡോർ അടഞ്ഞാലോ. അന്ന് ഇരുട്ട് കുത്തി കിടന്നപ്പം ചേച്ചി ചിന്തിച്ചില്ലേ എന്തുകൊണ്ടാണ്? എനിക്കും വിഷമമുണ്ടായി, എന്താ കൊച്ചു മിണ്ടാത്ത വരാത്തേന്ന്. അപ്പൊ ചേച്ചി ഫ്രണ്ട് ഡോറിൽ ഒന്ന് നോക്കി. ഫ്രണ്ട് ഡോറിൽ വിടവുണ്ടോ? ഞാൻ എന്നിട്ട് വിടവുണ്ട് ഇവിടെ നോക്കി. കൊച്ചെന്താ വിളിച്ചിട്ട് മിണ്ടാത്തേന്ന്. ചേച്ചി എന്താ കാണുന്നത്? വിടവിന്റെ വെറുതെ ഇരുട്ട് അകത്താണല്ലോ. പുറകിൽ നിന്നുള്ള ഒരു വെളിച്ചത്തിന്റെ ഒരു അംശം പോലും വെട്ടോ ഇല്ലാന്ന് പറയില്ല. നമ്മൾക്ക് ഒരു ജനലുണ്ടല്ലോ അവിടെ പാളി ഇല്ലാണ്ട് കിടക്കണം. എന്നാലും അതിൽ കൂടെ നോക്കിയാലും അത്രയും വെട്ടം ഇല്ല. വളരെ വെട്ടം കുറവാണ് റൂമിലേക്ക്. കൂന ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ട. പിന്നെ നമ്മൾ എന്ത് കാണാനാ? അതുമല്ല, സംഭവം നടന്നത് ഞങ്ങൾ കിടക്കണ റൂമിൽ നിന്നാണ് പറയണത്. ഫ്രണ്ട് ഡോറിൽ കൂടെ വിടവിൽ കൂടെ നോക്കിയിട്ട് കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഭയങ്കര ഇരുട്ടാണ്. സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാ നമ്മള്? ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ വിളിച്ചിട്ട് മിണ്ടാത്തോണ്ട് അയൽക്കത്തെ വീട്ടിൽ പോയി ആളുകളെ വിളിച്ചു. ആദ്യം അയൽപക്കത്തെ വീട്ടിലേക്കാണോ
പോകുന്നത്, അതോ ഫ്രണ്ട് ഡോറിൽ കൂടെ നോക്കിയിട്ട് ഇരുട്ടാണെന്നും കാണുന്നില്ല, എന്താ അവസ്ഥ ഒന്നും അറിയില്ല, എനിക്ക് ഭയങ്കര അമ്മയെ കണ്ട ഉടനെ ഓടി വരുന്ന മകളെ കാണുന്നില്ല, അപ്പം അമ്മ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും വീടിന്റെ പിന്നിൽ ചെല്ലില്ലേ? പിന്നിൽ ചെല്ലാൻ അവിടെ കൂന ഭയങ്കര ഇരുട്ടാ. അപ്പൊ വീടിന് പുറത്തേക്കുള്ള ബൾബോ കാര്യങ്ങളോ സ്വിച്ചുകളോ ഒന്നും ഇല്ല അവിടെ? ഇല്ല, അങ്ങടേക്ക് വെട്ടമില്ലല്ലോ, ഭയങ്കര ഇരുട്ടായിരുന്നു. ചേച്ചിയുടെ കയ്യിൽ ടോർച്ചോ അങ്ങനെ എന്തോ അന്ന് കരുതിയിരുന്നെങ്കിലും അന്ന് ഈ കൊച്ചു പിണ്ടാത്തോണ്ട് എനിക്ക് അതൊന്നുമുള്ള ചിന്തയില്ല. ഇങ്ങനെയുള്ള ഒരു സാധനങ്ങൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും കറണ്ട് പോകുമ്പോ അങ്ങനെ എനിക്ക് പോണമെന്നുണ്ട്, മനസ്സിൽ ജ്വരമുണ്ട്. കനാലിന്റെ സൈഡിൽ നിന്ന് തുടങ്ങി ഭയങ്കര കാടുകളാ, ചെടികളാണ് നട്ടുപിടിപ്പിച്ച് പൊങ്ങി നിക്കണേ. അപ്പൊ ഒന്നുകൂടെ ഭയങ്കര ഇരുട്ടായിരുന്നു ആ ഭാഗം. അപ്പൊ കൊച്ചു വിളിച്ച് മിണ്ടാണ്ടായപ്പോ ഇവിടെ ഭയങ്കര ഇരുട്ടുമാണ്, അനക്കും ഇല്ലാണ്ടായപ്പോഴാണ് കുറെ നേരമൊക്കെ വിളിച്ചു നോക്കി, ഒരുപാട് നേരം ശ്രമിച്ചു നോക്കി. പക്ഷെ കൊച്ചു മിണ്ടണമില്ല, വാതിൽ ഓർക്കണമില്ല. എനിക്ക് അകത്തായിട്ട് കയറാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അകത്ത് കയറിയിട്ടില്ല. ചേച്ചി അന്ന് എത്ര മണിക്കാണ് അവിടെ എത്തുന്നത്? ഞാൻ ഏതാണ്ട് ഒരു 8 മണി ആയിട്ടുണ്ടാവും. റോഡിൽ കൂടെ ആളുകളൊക്കെ പോകുന്ന ഒരു സമയമാണല്ലോ, അതൊന്നും ഉറക്കത്തിന്റെ സമയമല്ലല്ലോ. അപ്പൊ ചേച്ചി അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു, അവിടെ നിന്ന് വിളിച്ചു, ഒച്ചത്തിൽ വിളിച്ചു, കരയും ബഹളം. കൊച്ചു 1-2 വിളി വിളിച്ചപ്പോ കൊച്ചു ഇനി വല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ ഒന്നും കേട്ടില്ല. ചെമ്മനം ബേബിച്ചേട്ടന്റെ അവിടെ നിന്ന് ഫോൺ ചെയ്തുല്ലോ ഞാൻ പറഞ്ഞില്ല, അല്ലപ്പുര പ്രാന്തങ്കാവലയുടെ വീട്ടില് കുറെ വീടുകളിൽ കയറി നന്ന്. അപ്പൊ ആ വീട്ടിലാണ് ലാസ്റ്റ് കയറിയത്. അപ്പൊ ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് ഞാൻ ജോലി, അവർക്ക് വണ്ടി ഓടിക്കാനൊക്കെ പഠിപ്പിക്കുക, ചേച്ചിക്ക് സ്കൂളിലാത്ത, അങ്ങനെയാണെങ്കിൽ അവള് വിടാവോ, അപ്പൊ നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ കട്ടെന്ന് പറഞ്ഞ് എന്നോട് നമ്പർ മേടിച്ചു. ഈ ചേച്ചി ഞാനും കുറെ നേരമൊക്കെ സംസാരിച്ചു. എന്റെ ബ്ലൗസൊക്കെ കീറി മുഷിഞ്ഞാണ് സാരി. ഞാൻ ഇച്ചിരി പഴയ സാരിയും ബ്ലൗസും ഒക്കെ തരാം. അപ്പൊ എന്നോട് പറഞ്ഞു, ഇച്ചിരി കഞ്ഞി ഏതാണ്ട് കൊണ്ടുവന്ന് തന്നു, അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കല്ലോ ഒരു ഇഷ്ടികയോ എന്തെങ്കിലും ആരെങ്കിലും മേടിച്ചു തന്നാൽ ഞങ്ങൾക്ക് എത്രയും വേഗം ഒരു മുറി പണിത് അങ്ങോട്ട് മാറി താമസിക്കാം. അപ്പൊ അതേ വീട് പണിയുടെ ധൃതിയും കൊച്ചിന് പരീക്ഷയുടെ പഠിത്തത്തിന്റെ ധൃതിയും എല്ലാം കൂടെ കൂടിയായിരുന്നു. നിലവിളിച്ചിട്ട് അവരാരും ഇറങ്ങി വന്നില്ല, ആരും വന്നില്ല, ഒരു മനുഷ്യരും വന്നില്ല. ഞങ്ങൾ പണ്ട് പലചന സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന കടയാണ്. പണ്ട് എന്നെ വണ്ടി ഇടിച്ചപ്പോൾ അവരെ വീടിന്റെ വാതിക്കയിൽ ആ സൈഡിൽ തന്നെ റോട്ടിൽ ഞാൻ വീണ് പോയത്. അന്നും അവര് വാതിൽ കൊട്ടി ഇടക്കിയത് വന്നില്ല എന്നെ എടുക്കാനോ നോക്കാനോ. ഭയങ്കര ശബ്ദമായിരുന്നു. ആരായാലും വരുമല്ലോ, ഒരു വീടിന്റെ വാതിക്ക വെച്ചൊരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായാൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങൂല. പക്ഷെ അവരൊക്കെ അപ്പ തന്നെ വാതിൽ കൊട്ടി അടക്കുക ചെയ്ത. അപ്പൊ ഞാൻ കൊച്ചു മിണ്ടാണ്ടായി. എനിക്ക് നല്ല ബോധ്യായി ഇത് എന്തോ കുഴപ്പമാണ്, അതാണ് കൊച്ചു മിണ്ടാത്ത. തള്ളി കഴിഞ്ഞാൽ തുറന്നു പോകുന്ന രീതിയിലുള്ള പോരൂല. പക്ഷേ ഡോറൊക്കെ നല്ലോണം ഇടിച്ചൊക്കെ വിളിച്ചു. മുകളിൽ ഇങ്ങനെ ഇടുന്ന കുറ്റി ഉണ്ടല്ലോ, ആ കുറ്റി ഇട്ടിരിക്കുക. അകത്തുനിന്ന് ഇങ്ങനെ ഈ ചെറിയ മുകളിലുള്ള കുറ്റി ഇട്ടക്കണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വാതില് നമ്മൾക്ക് തള്ളുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുറ്റി ഇട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ അവിടെ കുറ്റി ഇടുന്നത്. അപ്പൊ ചെമ്മനം ബേബിച്ചേട്ടന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ, ചേച്ചി പറഞ്ഞ ജീഷ എനിക്ക് നമ്പർ തന്നിട്ടുണ്ട്, എനിക്ക് ഷുഗറൊക്കെ ഉള്ളതല്ലേ, അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ ആ നമ്പർ ആ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചി ഒന്ന് വിളിക്കുന്നു പറഞ്ഞ് ഞാൻ നമ്പർ കൊടുത്തു. ചേച്ചി ഇഷമോളെന്നും പറഞ്ഞ് വിളിച്ചു. ഒരു വിളിച്ചപ്പോഴും കൊച്ചു മിണ്ടല്ല, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വിളിക്ക് തന്നെ ബെല്ലടിക്കുക. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒന്ന് വിളിക്കുന്നു പറഞ്ഞു നമ്പർ കൊടുത്തു. നമ്പർ ബെല്ലടിക്കുന്നത് ആ ചേച്ചിയുടെ ഫോണിൽ ആ ചേച്ചിക്ക് കേൾക്കാം. അവർ പറഞ്ഞു ബെല്ലടിക്കുന്നുണ്ടെന്ന്. ആ റിങ് ചെയ്യണ നമുക്ക് കേൾക്കാം, ഇത്ര അടുത്തായിരിക്കും. അപ്പൊ ഇങ്ങനെ റിങ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു വിളിക്ക്, അപ്പോഴാണ് ആ പള്ളിയിൽ മഗ്‌രിബിന്റെ വാങ്ക് വിളി കേട്ടെ, വൈകുന്നേരത്തെ നിസ്കാരത്തിന്റെ. അപ്പൊ ഏതാണ്ടും 6:45 സമയം. 6:45 മുസ്ലിമിന്റെ പള്ളി വാങ്ക് സാധാരണ അവിടെ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത്, ചേച്ചി വീട്ടിൽ വന്ന് അവിടെ ഒന്ന് ഒച്ചയും ബഹളവും വെച്ച് ഡോറെ തട്ടി നോക്കി തുറക്കുന്നില്ല. അതിനുശേഷമാണ് ചേച്ചി അയൽപക്കത്തെ വീട്ടിലേക്ക് പോയതെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയാണ് ചേച്ചി വീട്ടിലെത്തിയപ്പോ 8 മണിയല്ലേ? 6:45 ബാങ്ക് എങ്ങനെയാണ്? അത് ഇവിടെയല്ലേ, ആ സമയത്തല്ല, വീട്ടിലേക്ക് വന്നേക്ക് മുമ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, CPM-ന്റെ പാർട്ടി ഓഫീസിൽ പോയി ഒരു അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷ കൊടുത്തിട്ട് അവർ സ്വീകരിക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒക്കെ കുട്ടിക്കാലത്ത് താമസിച്ച നാടാണത്. അപ്പൊ അവിടെ ഒരുപാട് ആസ്തിയുള്ളവരൊക്കെ ഉണ്ട്. അത് വീട്ടിലേക്ക് വന്നേക്ക് മുമ്പ് വിളിച്ചത് ഫോണിൽ വിളിച്ചല്ലോ. അതായത് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് 6:45 മണി ബാങ്ക് വിളിക്കുന്നത് ആ സമയത്ത് ചേച്ചി കേട്ടോ? പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. ആ സമയത്ത് ചേച്ചി അവരുടെ ഫോണിൽ ജിഷമോളെ വിളിപ്പിച്ചു. ജിഷമോളുടെ ഫോണിൽ ബെല്ലടിക്കുന്നത് ആ ചേച്ചി കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാനും ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. റിങ് ഉണ്ട്. അപ്പൊ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ചേച്ചി പിന്നെ എന്താണ് ചെയ്തത്? ഫോൺ എടുക്കണില്ല ചേച്ചി, റിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ചേച്ചിയോട് പറഞ്ഞു ഒന്നോടെ വിളിക്കുന്നു പറഞ്ഞു. കൊച്ചവിടെ ഉണ്ടാവും, കുഴപ്പമില്ല, കൊച്ചു ഫോണൊക്കെ എടുക്കും എന്ന് പറഞ്ഞു. ഒന്നോടെ വിളിക്കാൻ പറഞ്ഞപ്പോഴും രണ്ടാമതും വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, കൊച്ചു ഫോൺ എടുക്കല്ല. അപ്പൊ എനിക്ക് ഒന്നോടെ പ്രയാസം തോന്നിപ്പോ ഒന്നോടെ വിളിക്കുന്നു പറഞ്ഞു. വിഷമം കൊണ്ട് കൂടുതൽ ശക്തിയിൽ ഞാൻ ഞാൻ സംസാരിച്ചു, ഒന്നോടെ വിളിക്കുന്നുണ്ട്. 3 പ്രാവശ്യം വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കണില്ല. എന്തിനാണ് വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് 6:45 മണിക്ക് അങ്ങനെ ഒരു ഫോൺ വിളി? ഞാൻ പറഞ്ഞല്ലോ, ആ ചേച്ചിക്ക് സുഖമില്ലാത്ത ചേച്ചിയാണ്. ഈ ജിഷനെ വണ്ടി ഓടിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം,
ക്ലാസ് ഇപ്പൊ അവധിയായിട്ട് ഇരിക്കുകയുള്ള വീട് പണി പിന്നെ പഠിക്കുന്നുണ്ട്, തേർഡ് ഇയർ പരീക്ഷയാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടി പഠിച്ചിരിക്കണ ആയതുകൊണ്ട് വീട്ടിൽ കുട്ടി ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഈ ചേച്ചി വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു തരാന്നൊക്കെ ആ ചേച്ചി പറഞ്ഞു. അതുകൊണ്ടാണ് നമ്പർ കൊടുത്തത്. നമ്പർ കൊടുത്തത് ശരി. അപ്പൊ തന്നെ വിളിക്കാൻ പറഞ്ഞത് എന്തിനാണ്? അപ്പൊ തന്നെ വിളിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് വിളിച്ചാൽ ഫോൺ കിട്ടുമെന്ന് അറിയണ്ടേ. ഇയാളെ ഒരു നമ്പർ എനിക്ക് തന്നു, ഇയാളെ എന്റെ നമ്പർ കുത്തിയെടുത്തു. ആ ഫോൺ ഒന്ന് ഇയാൾ വിളിച്ചു നോക്കാണ്ട് പോവോ, കിട്ടുമെന്ന് അറിയണ്ടേ. ചേച്ചി എന്തുകൊണ്ടാ ഭയപ്പെട്ടത്? പേടിച്ചെന്നാന്ന് വെച്ചാൽ കൊച്ചിന്റെ മിണ്ടാട്ടവും ഇല്ല, അനക്കും ഇല്ല, ഫോണിലും ഇല്ല, വീട്ടിൽ ചെന്നപ്പോഴും ഇല്ല. അല്ല, മിണ്ടാട്ടവും ഇല്ല, അനക്കവും ഇല്ല എന്നുള്ളത് ഫോൺ വിളിച്ചപ്പോ എടുക്കുന്നില്ല. ഇല്ല, എടുക്കാതിരിക്കുന്ന ചിലപ്പോ കുളിക്കാൻ ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോന്നപ്പോ പറഞ്ഞിട്ട് മോൻ കുറെ ദിവസമായി തുണി അലക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്, കനാലിൽ വെള്ളമില്ല, ദൂരെയാണ്. പിന്നെ കനാലിൽ വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞാല് വീട്ടില് അങ്ങനെ അവിടെ കുളിക്കാൻ പറ്റില്ല, ഒരുപാട് തുണി ഉള്ളപ്പോ അവള് തുണി ഇല്ലെങ്കിൽ രാത്രിയായി പോയി ഒരു പഠനം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ അവൾ എന്തെങ്കിലും സ്റ്റഡിയുടെ കാര്യത്തിനോട് അങ്ങനെയൊക്കെ കുളിച്ചിട്ട് മറ പോലെ അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. മറ പോലെ ഉണ്ട്. അപ്പൊ ഒരു കുളിമുറി ഉണ്ട്. അത്യാവശ്യം കുളിക്കണമെന്നുണ്ടെങ്കിൽ 2 ബക്കറ്റ് വെള്ളം അതിന്റെ മറ കെട്ടിയണയിലുണ്ട്. അവിടെ ടോയ്ലറ്റ് അത് മോളിൽ ഞാനും ടോയ്ലറ്റും കുറവ്. ഞങ്ങള് കുഴി വെട്ടി എടുത്തിട്ട് അപ്പ പോയി അപ്പം മൂടി ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ കുളിമുറിക്ക് വേണ്ടി കെട്ടിയ മറയിൽ തന്നെയാണോ? ഇല്ല, കുറച്ചങ്ങോട്ട് നീങ്ങിയ. അതിനും മറയുണ്ടോ? വേറെ മറയുണ്ടോ? ഇല്ല, ഈ മറയിൽ ഞങ്ങൾ പോയിട്ടാണ് ഞാൻ തന്നെ എടുത്തുകൊണ്ട് കളയുക. എന്നിട്ട് വീണ്ടും കുളിക്കുന്നത് ഇവിടെ വന്നിട്ട് അവിടെ വന്ന് 2 ബക്കറ്റ് വെള്ളം അവിടെ കുളിക്കാൻ. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു മറയുണ്ട്. അങ്ങനെ മോൾ അവിടെ നിന്നും വൈകി വരുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും എല്ലാപ്പോഴും ഒന്നും ഇല്ല, വെള്ളം ഉള്ളപ്പോ കനാലിലാണ് കുളിക്കുന്നത്. വീടിന്റെ പിന്നാമ്പുറത്ത് കനാലാണ്. ആ കനാലിൽ ഇറങ്ങി കുളിക്കാറുണ്ടോ? ആ കനാലിലാണ് കുളിക്കുന്നത്. അവള് 2 ഷർട്ടൊക്കെ ഇട്ടാ കുളിക്കുന്നത്. സന്ധ്യയായി കഴിഞ്ഞാൽ കുട്ടി പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലും കടകളിൽ പോയി സാധനം മേടിക്കാൻ അങ്ങനെയൊന്നും പോകില്ല. ഇല്ല, ഞാൻ ചോദിക്കുന്നത് അന്ന് 6:45 മണിക്ക് വിളിച്ചപ്പോ 2-3 പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം വിളിച്ചു. ആ ചേച്ചിക്ക് അറിയാൻ എനിക്ക് അതിന് രേഖകളുണ്ട്, തെളിവുകളുണ്ട്. പിന്നീട് ചേച്ചി എന്താണ് ഇത്? ആ ടെൻഷനായി ചേച്ചിക്ക്. ആ ടെൻഷൻ അടിച്ചപ്പോ ഞാൻ അവിടെ ചെറിയ പള്ളി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കയ്യിൽ കാശ് കുറവാണ്. മുസ്ലിം പള്ളിയിൽ 7 മണിക്ക് മകരിവിന്റെ ബാങ്കിന് നിസ്കാരത്തിന് അവിടെ നിന്നായിരുന്നു. തലേദിവസം അരിയൊക്കെ കുറവായിരുന്നു, അരിയൊന്നും ഇല്ല. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആ സമയങ്ങളൊക്കെ. പെരപണിയുടെ തിരക്കും കാശും കയ്യിലൊക്കെ ഇല്ല. അപ്പൊ അത് ആ പള്ളിയിൽ നിന്നപ്പോ പള്ളി പിരിഞ്ഞു കഴിയുമ്പോ എന്തെങ്കിലും ചെറിയ സഹായങ്ങളൊക്കെ തരാറുണ്ട്. ആ കണക്കൂട്ടലിലാണ് അവിടെ നിന്നത്. 7 മണി മുതൽ അവിടെ അപ്പൊ 7 മണി വരെ അവിടെ ഉണ്ടായതുകൊണ്ടാണ് വീട്ടിലെത്തുമ്പോൾ മണി 8 ആയിട്ടുണ്ടെന്ന് പറയാൻ കാരണം. അവിടെ എത്ര മണിക്കാണ്? അവിടെ നിന്ന് ഞാൻ ഇറങ്ങി പിന്നെ ഒരു ഇറച്ചിക്കടയിൽ ഞാൻ പറഞ്ഞല്ലേ, ദീപ വരുമ്പോ കക്കെ പെരുമ്പാവൂർ പള്ളിയുടെ അടുത്ത് നിന്നും എത്ര സമയത്തെ യാത്ര? നടന്നു പോകാനാണോ പോകാനാണോ? അല്ലല്ലല്ല, ബസ്സിന് മുന്നം. 2 ബസ്സിന് മുന്നം. ഒന്നാ പള്ളി ആ അതിർത്തിന്ന് ഒരു ബസ് കയറണം 10 രൂപ കൊടുത്ത്. ആ ബസ്സിന് നമ്മൾ എത്ര സമയം യാത്ര ചെയ്യണം? അത് 10 രൂപയുടെ പോയിന്റ്. ഒരു 10 മിനിറ്റ്. 10 രൂപയുടെ പോയിന്റ്. അടുത്ത ബസ്സിന് വീണ്ടും കുറുപ്പമ്പടിക്ക് ഇച്ചിരി കൂടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കടയിൽ വന്നിട്ടാണ് ഞാൻ ഇച്ചിരി മുളക് പൊടിയും പച്ചാട്ടാണിയും ഇച്ചിരി കൊഴുവ വറുത്തതും കൊച്ചിന് വേണ്ടി ഇത്രയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മേടിച്ചിട്ട് പിന്നെ അവിടെ നടന്നാണ് വരുന്നത്. അല്ല, ബസ്സിന് അടുത്ത ബസ്സിന് കയറുന്നു. എത്ര രൂപ പോയിന്റ്? അത് 10 രൂപ കൂടുതൽ വരും. എത്ര വർഷമായി? 9ാം വർഷം. 9ാം വർഷമാണ്. 9 വർഷങ്ങൾക്ക് മുൻപ് രണ്ടാമത്തെ ബസ് കയറുമ്പോൾ എത്ര രൂപ പോയിന്റ് ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ ബസ് അത് എനിക്ക് അത്ര അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. ആയിക്കോട്ടെ. അപ്പൊ ആദ്യം ബസ് വന്നിട്ട് ഇറങ്ങി ഇത്ര സാധനങ്ങൾ മേടിച്ചു, കൊടുക്കാനുള്ള 30 രൂപ കൊടുത്തു. അവിടുന്ന് കൊഴുവ മറ്റുള്ള സാധനങ്ങളും വാങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ബസ്സിന് കയറി 15 രൂപയോളം ഏകദേശം ദൂരത്തിൽ അടുത്ത പോയിന്റിൽ ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. റോട്ടിലിറങ്ങും. അവിടുന്ന് പിന്നെ വട്ടോളിപ്പടി ചേച്ചി നടന്നാണ് പോകുന്നത്. ബസ് ഇറങ്ങുന്നിടത്തു നിന്ന് ചേച്ചിക്ക് എങ്ങനെ വന്നാലും ഒരു 1-2 കിലോമീറ്റർ ഉണ്ടാവും. 2 കിലോമീറ്റർ ചേച്ചി അത് നടന്ന് അവിടെ ചെല്ലുമ്പോൾ 7 മണിക്ക് പള്ളിയിൽ നിന്ന് പുറപ്പെട്ട ചേച്ചി 8 മണിയാകുമ്പോഴേക്കും എങ്ങനെയാണ് വീട്ടിലെത്തുക? കാരണം ഫസ്റ്റ് ബസ് ഇറങ്ങി കുറെ ചേച്ചി സാധനം മേടിച്ചു, കൊടുക്കാനുള്ള 30 രൂപ. അല്ല, അപ്പോഴും സമയം പോയിക്കൊണ്ടിരിക്കല്ലേ. 7 മണി 7:15 അവിടുന്ന് തിരിയുന്നത്. അവിടുന്ന് തിരിയുന്ന 7:15 തിരിച്ചു. 7:15 പുറപ്പെട്ടു. ഒരു 7:30 മണിയോടുകൂടി ആദ്യത്തെ ജംഗ്ഷനിൽ ബസ് ഇറങ്ങുന്നു. സാധനങ്ങൾ മേടിച്ച് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ 8 മണിയോളം ആവില്ലേ അടുത്ത ബസ് കയറാൻ. പക്ഷെ ഞാൻ സമയമൊന്നും നോക്കിയില്ല കേട്ടോ. എന്നാലും ഒരു ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. സമയമൊന്നും. രണ്ടാമത്തെ ബസ് കയറി വട്ടോളി പഠിക്കാൻ വരുമ്പോഴത്തേക്കും തന്നെ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ചേച്ചിക്ക് നടന്ന് വീട്ടിലെത്താൻ പിന്നെയും 2-2.5-3 കിലോമീറ്റർ അടുത്തുണ്ട്. പിന്നെ അത്രയും ദൂരം എത്തുമ്പോഴത്തേക്കും ചേച്ചി എന്തായാലും 8 മണിക്ക് അവിടെ എത്താൻ പറ്റില്ല. അതിൽ കൂടുതൽ ചേച്ചി വൈകി. എനിക്ക് തോന്നുന്നത് ഇല്ല, 8 മണിക്ക് എത്തും. 7-7:15 അവിടെയാ. 8 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അതെനിക്ക് നല്ല ഉറപ്പാ. വിളിച്ച് അയാള് 8 മണി കഴിഞ്ഞ് ഏതാണ്ട് 9 മണിയിലേക്ക് കടക്കാറായിട്ടുണ്ടാവും സാറുമാര് വരുമ്പോ. ജിഷമോള് തുറക്കുന്നില്ല എന്നുള്ള എല്ലാം ഉറപ്പായി. ഒരുപാട് കരയിലും ബഹളവും ഒക്കെ. ആദ്യം എങ്ങോട്ടാ പോയത്? ഞാൻ അയാളുടെ വീട്ടിലേക്കാ പോയത്. അയാളുടെ വീട്ടിൽ പോയി. അയാളുടെ വീട്ടിൽ നിന്ന് പിന്നെന്താ ചെയ്ത്? പോലീസ് അയാളുടെ വീട്ടിൽ നിന്ന് ഇല്ല, കുറെ നേരം വിളിച്ചിട്ട് അയാൾ വന്നില്ല. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് പോലീസിനെ വിളിച്ചാണ്. അയാളാ വിളിച്ചത്. എങ്ങനെ? ഫോണില് മൊബൈൽ? അയാളുടെ മൊബൈലിൽ ഫോൺ എടുത്ത് അയാൾ കുറെ നേരം വിളിച്ചിട്ട് കൊച്ചു മിണ്ടല്ല
എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഒന്നുകൂടെ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു അഭിനയിക്കുന്ന പോലെ ഇത്രയും വലിയൊരു കൊച്ച് ഇത്രയും അടുത്തുള്ള വീടുകളിൽ കൊച്ച് കരഞ്ഞ് ഒച്ച എടുത്തിട്ട് ഇത്രയും ആളുകൾ കേട്ടില്ല എന്ന് പറയുമ്പോൾ അവർ നമ്മളോട് അഭിനയിക്കണല്ലേ. അപ്പോൾ അയാൾ ഫോൺ കൊണ്ടുവന്നു. ഞാൻ ഫോണിൽ വിളിക്കാം സാറുമാരെന്ന് പറഞ്ഞു. സാറുമാരെ വിളിച്ചു. സാറുമാരെ വിളിച്ചിട്ട് സാറുമാർ വന്നു. കുറേ നേരം കണ്ടു. 9:30 ഏകദേശം എനിക്ക് അങ്ങനെയൊക്കെ തോന്നണത്. ഞാൻ ഇങ്ങനെ പുറത്തുനിന്നുള്ള മാന്തുപടി ഉണ്ടല്ലോ, ആ വാതിലിന്റെ അവിടെ ഇങ്ങനെ ചേർന്നിരുന്ന് കരയാ. ഫ്രണ്ടില് പോലീസ് വരുമ്പോഴും ഇരുട്ടാണ്. പോലീസിന്റെ ഒരു ടോർച്ചോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ടോർച്ച് ഉണ്ടായില്ല. അവര് എവിടുന്ന് ടോർച്ച് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണോ ടോർച്ച് മേടിച്ചെന്ന് എനിക്ക് തോന്നണേ. അപ്പൊ ഇവര് ടോർച്ച് മേടിച്ചിട്ട് ആ സ്ട്രീറ്റിൽ കൂടി പോയി, ഇരുട്ടത്തൂടെ അവിടെ കൂടെ പോയിട്ട് ഇവരെന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊന്നും കേട്ടില്ല. എന്നെ കൊണ്ടായില്ല. ചേച്ചി ഇവിടെ നിന്നാതീന്നും പറഞ്ഞ് ഞങ്ങളിപ്പോ ആരാന്നും പറഞ്ഞാണ്. പിന്നീട് പോയിട്ട് അവര് വന്നിട്ട് എന്നോട് പറഞ്ഞു, അവരവിടെ നിന്ന് പറഞ്ഞു ഇവിടുത്തെ മെമ്പർ എവിടെയെന്ന് ചോദിച്ചു. ഉറക്കെ സാറന്മാര് ചോദിച്ചാൽ ഇവിടുത്തെ മനുഷ്യരൊക്കെ എന്ത് മനുഷ്യരാന്നും ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മെമ്പറിന്റെ വീട് ഇവിടുന്ന് ജെട്ടിയിലേക്ക് പോണ വഴിയുണ്ട്, അത്ര അകലമുണ്ട്. മെമ്പർ എന്ത് എവിടത്തേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പൊ തന്നെ ഓടി എങ്ങനെ എത്തും? അപ്പൊ ആ പരിസരത്ത് എവിടെ ഉണ്ടല്ലോ മെമ്പർ, എന്റെ വീട്ടിലേക്ക് അത്ര പിടിയുന്ന എങ്ങനെ ഓടിയെത്തണേ ഒന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് സാറ് വന്നും മെമ്പർ വന്ന് വിളിച്ച് നിങ്ങളൊക്കെ എന്ത് മനുഷ്യൻ ചൂടാവുന്നു സാറന്മാര്. അപ്പൊ ഞാനെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാണ്. കൊച്ചിനെ കാണണം എന്ന് പറയുമ്പോ ചേച്ചി ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ പോലീസുകാർ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. മെമ്പറെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ച് എന്നെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമായിരുന്നു അവരുടെ. അപ്പൊ മാറ്റാൻ പറഞ്ഞപ്പോ ഇതിനു മുമ്പ് ഒരു വലിയ ടേപ്പ് കൊണ്ടുവന്നിട്ട് ഈ മെമ്പർ ഇതിനു മുമ്പ് ഒരിക്കൽ വന്ന് എന്റെ വീടിനകത്തെ കളന്നുകൊണ്ട് പോയതാ. പിന്നെ വന്നില്ല. അപ്പൊ ഭൂമി സർക്കാർ തരുമ്പോ വീട് വെച്ച് തരാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവര്. ഈ പുള്ളിക്കാരി സിജി എന്നോട് പറഞ്ഞു ചേച്ചി സ്ഥലം തരാനാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് അളന്നുകൊണ്ട് കുറെ കാലത്തേക്ക് പുള്ളിക്കാരത്തി ആ വഴി വന്നിട്ടുമില്ല. മോളകത്ത് മരണപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് ചേച്ചിക്ക് മനസ്സിലായിരുന്നു. വീടിന്റെ മുറ്റത്ത് എത്ര പേരോളം ഉണ്ടായിരുന്നു? ചേച്ചിയും എത്ര പോലീസുകാരുണ്ടായിരുന്നു? 3-4 പോലീസ് ഉണ്ടെന്ന് തോന്നുന്നു. മെമ്പർ വന്നു കഴിഞ്ഞപ്പോ മെമ്പർ എന്റെ കയ്യെ പിടിച്ച് എന്നെ പോലീസുകാരും കൂടെ കൂടി ജീപ്പിലേക്ക് കൊണ്ടുപോകാനാണ്. ഞാൻ പറഞ്ഞു ഞാനെങ്ങും മഞ്ഞില്ല, നീ എന്നെ എങ്ങും കൊണ്ടുപോകണ്ടടിയെന്ന് പറഞ്ഞു. എന്റെ കൊച്ചിരിക്കുന്നിടത്തല്ലേ ഞാൻ ഇരിക്കണുള്ളൂ. അപ്പൊ ഇവര് പിടിച്ചു വലിക്കലായി എന്റെ കൈ. പിന്നെ ഇവര് ബലമായിട്ട് പിടിച്ചാണ് സാറുമാര് വന്ന ജീപ്പിലേക്ക് എന്നെ കയറ്റി. അങ്ങനെ കയറ്റിയിട്ടാണ് നേരെ കൊണ്ടുപോയത് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്. കുറെ ആളുകൾ ചേച്ചിക്കെതിരെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്. അതിലൊന്നിട്ട് കാര്യങ്ങൾ ഞാൻ ചേച്ചിയോട് ചോദിക്കട്ടെ, നേരിട്ട് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് ചേച്ചിക്ക് വിഷമം ഉണ്ടാവും? എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ചോദിക്കാൻ പറഞ്ഞ ചോദ്യം. കുറച്ച് നാളുകൾക്ക് മുൻപ് ചേച്ചി ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. അതിനെക്കുറിച്ച് ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആള് മരണപ്പെട്ടല്ലോ, അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വാർത്തയിൽ മുൻപ് വന്നിട്ടുള്ളതാണ്. ആ പുള്ളി കള്ളും വെള്ളവും കുടിച്ച് വേണ്ട അനാവശ്യങ്ങൾ ഞാൻ എന്നെ പറയാറുണ്ട്, എന്റെ മക്കളെയും പറയാറുണ്ട്. ചേച്ചി ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ ജോലിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു മോശം കാര്യമാകുന്നത് എങ്ങനെയാണ്? പോകാത്ത സ്ഥലത്ത് എന്തിനാ പോയി എന്ന് പറയണേ? ആ പറഞ്ഞവൻ ആരാന്ന് ഇവിടെ കൊണ്ടുവരണമല്ലോ. ഇവിടെ ഈ മിനിഞ്ഞാന്ന് ഞാൻ ആ സൈഡിൽ ഇരിക്കുകയായിരുന്നു. ഒരു രഘു എന്ന് പറഞ്ഞ ഒരാള് തങ്കച്ചന്റെ വീടിന്റെ അടുത്തുള്ള അയൽവാസിയാണെന്നാണ് പറയണത്. ഈ പുള്ളി 2ാമത്തെ തവണയാണ് എന്നോട് ചോദിക്കണത്. പുള്ളി വളച്ചെട്ടിയാണ് എന്നോട് സംസാരിക്കണേ. വളച്ചെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെറ്റിയാണ്. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തിനാ എന്നോട് ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കണേ? ഞാൻ അയാൾ അറിയ പോലും ഇല്ല. എന്റെ കുഞ്ഞു ചെറുപ്പത്തിലെ അപ്പന്റെ പ്രായത്ത് ഭാര്യയായിട്ട് വന്ന് ഞങ്ങളുടെയൊക്കെ വാരിക്കാട് കോളനിയിൽ വോട്ട് ചോദിച്ചു വന്നതായിട്ടുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നെ പോയത് കൊച്ചു വലുതായപ്പോ കൊച്ചിന്റെ 10 കൊല്ലമായിട്ട് BEd സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് സാജു പോളോട് ആദ്യം പറഞ്ഞിട്ട് സാജു പോള് പറഞ്ഞിട്ട് കേൾക്കാണ്ട് ചെയ്ത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തങ്കച്ചന്റെ അടുത്ത് പോയത്. കൊച്ചും ഞാനും കൂടെ കൊണ്ടുപോയ അത് മാർത്തോമ കോളേജിൽ നിന്ന്. അദ്ദേഹം പുറത്ത് ഒരുപാട് പേരുണ്ടല്ലോ, ആളുകൾ എപ്പോഴും സാറിനെ കാണാനായിട്ട് അവിടെ. ഞാൻ ഇപ്പോഴും സാറിന് തന്നെ വിളിച്ചിട്ടുള്ളൂ. അപ്പൊ സാർ അവിടെ വേറെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കും. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു 10 കൊല്ലമായി സാറേ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ കൊച്ചു പരീക്ഷ എഴുതി. അപ്പൊ കോളേജിനകത്ത് ഈ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് വേണം എല്ലാം പഠിക്കുന്ന സ്ഥലത്തേക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നേതാവിന്റെ അടുത്ത് മകള് പഠിച്ച് എക്സാം എഴുതുന്നതിനോട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ കിട്ടണം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോഴും തന്നിട്ടില്ല. എന്റെ മോള് പഠിച്ചിട്ടും ഉണ്ടാവും, ഒരു മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് വലിയ കള്ളത്തരമുണ്ട്. ഇന്നും ജിഷമോളുടെ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. അപ്പൊ തന്നെ അവിടെ നിന്ന് അടുത്ത ബസ് കയറി തങ്കച്ച സാറിന്റെ വീട്ടിൽ ഞങ്ങൾ. അപ്പൊ അവിടെ ഞാനും മോളും മിറ്റത്താ നിന്നെ. ഇയാളെ എനിക്ക് അറിയാവുന്നതെന്ന് വെച്ചാൽ ചേട്ടൻ ഇവർക്ക് വേണ്ടി പണ്ട് കാലത്ത് ഇവരുടെ ഇലക്ഷനൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ ജിഷയുടെ അച്ഛൻ. അതൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പെട്രോമാക്സ് ഒക്കെ കത്തിച്ചുകൊണ്ട് പോസ്റ്ററൊക്കെ ഒട്ടിക്കാനൊക്കെ പോയിട്ടുണ്ട്. തങ്കച്ചന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്താണോ ചേച്ചിക്ക് അവിടെ ജോലി മേടിച്ചു തന്നത്? ഇല്ല
ഒരിക്കലും അയാളുമായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് അന്ന് ആവശ്യപ്പെട്ടിരുന്നു ചേച്ചിക്ക് ഒരു ജോലി അവിടെ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു? ഇല്ല. ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് പറയണം, ഇത് പുറത്ത് കൊണ്ടുവരണം. കൊണ്ടുവന്നില്ലേ ശരിയല്ല. കാരണം എന്നെ മോശമായിട്ടാണ് ഈ ഒരു കാരണം പറഞ്ഞ ആൾക്കാർ പറയുന്നത്. വീട്ടിൽ ജോലിക്ക് പോകുന്നു എന്നുള്ളത് ഒരിക്കലും മോശമല്ലല്ലോ. മോശമല്ല. ഞാൻ പറയട്ടെ, ഞാൻ ശരിക്കും ഇതുവരെയും ചെയ്തിരുന്ന ജോലി, ഞാൻ ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ജോലി ചെയ്തത് പെരുമ്പാവൂർ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ഡോക്ടർ രാജമ്മ. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇപ്പൊ അവര് ഹോസ്പിറ്റലിൽ പൂട്ടിയിട്ടിരിക്കുക. അവര് നമ്മുടെ കാഞ്ഞിരക്കാട് അവിടെ ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ട്. അതിന്റെ മുകളിൽ ഡോക്ടർ രാജമ്മ ഭർത്താവും മക്കളും ഉണ്ട്. നിങ്ങൾ അവിടൊക്കെ ചെന്ന് അന്വേഷിക്കാം. നിങ്ങൾ രണ്ടുപേരോട് ചെന്നിറങ്ങുന്നു. കണ്ടപ്പോ ആദ്യം അദ്ദേഹം എന്താ പറഞ്ഞത്? പുള്ളി മിണ്ടണല്ല. ജിഷമോളോട് എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാനാണ് പറയണത്. ജിഷമോള് ചേച്ചിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട് അവിടെ. അപ്പൊ ജിഷമോളും ചേച്ചിയും കണ്ടപ്പോ ജിഷമോളോടുള്ള റിയാക്ഷൻ എന്താ? ഞങ്ങൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരോട്, എന്റെ മോള് അയാളെ ഒരു പരിചയമില്ല. പിന്നെ എന്റെ മോൾ എന്തിനാ അയാളോട് മിണ്ടണ? എന്റെ മോളിൽ എന്റെ ആരും അല്ല അയാള്. പിന്നെ എന്തിനാ അയാളായിട്ട് ഞങ്ങള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടുന്ന? ചേച്ചി മോളും കൂടെ വന്ന് നിൽക്കുന്നു. അപ്പൊ മോൾക്ക് പറയാലോ ഇങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. മോള് സ്വാഭാവികമായിട്ട് ആദ്യം സംസാരിക്കും. എത്ര വർഷമായി ഏതാണ്ട് ചോദിച്ചൊന്നും എനിക്ക് തോന്നുന്നാലും യൂണിവേഴ്സിറ്റി കോളേജിലെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടാനുള്ളത്. അത് 3 ഗഡുവായിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി. കാരണം പുലയ കുട്ടിയായതുകൊണ്ട് ഓരോ ഓഫീസുകളിലും പൈസ അടക്കണ്ട. അപ്പൊ ഞങ്ങൾ പല സ്ഥലത്തും പള്ളികളിലൊക്കെ പോയി ഞാൻ ഇച്ചിരി പൈസ കടമൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊച്ചിനെയും കൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി. ജിഷമോളുമായിട്ട് തങ്കച്ചന്റെ വീടിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഇത് പറയുമ്പോൾ എത്ര സമയത്തോളം നിങ്ങൾ അങ്ങോട്ടും കൂടി സംസാരിച്ചു? കുറച്ച് നേരം, ഇച്ചിരി, ഒരുപാട് നേരം ഒന്നും നിർത്തൂല അയാൾ അവിടെ. ഒരു എന്ത് പറഞ്ഞു അവസാനിപ്പിച്ചത്? അപ്പൊ അയാൾ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അവിടെ ഇരുന്നുകൊണ്ട് ഏതാണ്ട് വിളിച്ച പോലെ സംസാരിച്ച പോലെ ഉണ്ട്. പക്ഷെ ഒന്ന് മറുപടി എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് പോയത് ഇതിനൊരു മറുപടി കിട്ടാൻ വേണ്ടി, സർട്ടിഫിക്കറ്റ് എടുത്ത് തീരുമാനം കിട്ടാൻ വേണ്ടി. 10 കൊല്ലമായിട്ടും തന്നെയില്ല. BA സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ആദ്യം ഒരു നേതാവിന്റെ അടുത്ത് പോയ കാര്യം പറഞ്ഞു. അവിടെ പോയിട്ട് നടക്കാത്തോണ്ടാണ് ഇയാളെ കാണാൻ പോയത്. അതെ, അതിന് ചേച്ചി പറഞ്ഞത് എന്തുകൊണ്ടാ അതിനുവേണ്ടി നിന്നില്ല എന്ന് പറഞ്ഞ ചേച്ചി കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ഇദ്ദേഹം 1-2 വാക്കുകൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങളെ ഒഴിവാക്കിയെന്ന് ചേച്ചി തന്നെ പറഞ്ഞു. അതാ ഒഴിവാക്കിയതാ. എന്നിട്ട് ചേച്ചിക്ക് ദേഷ്യമൊന്നും തോന്നുന്നില്ല? ദേഷ്യമുണ്ടല്ലോ, 2 കൂട്ടരോടും എനിക്ക് ദേഷ്യമുണ്ട്. സാജിപ്പോളിനോടും തങ്കച്ചനോടും ഇപ്പോഴും ഉണ്ട്. മോൾ എന്താണ് അത് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ചേച്ചിയോട് പറഞ്ഞു? ഇവരോ അവരെയൊക്കെ ആൾക്കാരാ, ഈ അയലക്കത്തുള്ള ആൾക്കാരെ അവര് പറയണതാണ് ഇവര് കേൾക്കുള്ളൂ. പാർട്ടി അടിസ്ഥാനത്താണല്ലോ. അവിടെ കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ ആൾക്കാരാണ്, സ്വന്തക്കാരൊക്കെയാണ് ചുറ്റും കിടക്കണേ. അപ്പൊ അവര് പറയണല്ലേ ഇവര് കേൾക്കുള്ളൂ. എഴുന്നേറ്റ് നിൽക്കാൻ ആക്കില്ലാത്ത വളരെ മെലിഞ്ഞിരിക്കുന്ന വള്ളി പോലുള്ള ചെറുപ്പക്കാരൻ, അവൻ പ്രതിയായിട്ട് കൊലക്കയർ കാത്തോണ്ട് കിടക്കുകയാണ്. ഇപ്പൊ വള്ളിയില്ലല്ലോ, അവൻ പിടിച്ചപ്പോഴല്ലേ അവൻ വള്ളി. അതാ പറഞ്ഞു, പിടിക്കുമ്പോഴാണല്ലോ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവനെ പിടിക്കുന്നത്. വളരെ മെലിഞ്ഞ വെറും ഒരു പൊക്കമില്ലാത്ത ഒരു കൊച്ചു ചെറുപ്പക്കാരൻ. അടുത്ത നല്ല അടുങ്ങിയിരിക്കുന്ന പല്ലുകളാണ് അവൻ്റെ. ജിഷമോളെ കടിച്ചു എന്ന് പറയുന്ന ആ പാടുകളുണ്ടല്ലോ, ആ പാടുകൾ അകന്ന പല്ലുകളുള്ള ആളാണ്. അകന്ന പല്ലല്ല അമീർ ഇസ്ലാമിന്റെ. രണ്ടാമത്തെ കാര്യം, പോലീസ് പറഞ്ഞ ചെരുപ്പ്, ആ ചെരുപ്പ് എന്ന് പറയുന്നത് അമീർ ഇസ്ലാമിന്റെ കാലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വലിയ ചെരുപ്പാണ് പോലീസുകാർ. ഞാൻ നുണ പറയാനില്ല, ഒരാളങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റൂല. ജിഷമോൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു? ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. മനുഷ്യരാകുമ്പോൾ വല്ലപ്പോഴേക്കും പനിയും ജലദോഷമൊക്കെ ഉണ്ടാവൂലോ. അതല്ലാതെ ജിഷമോൾക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. കൈക്കും കാലിലൊക്കെ നല്ല ബലമുള്ള കുട്ടിയാണ്. അതെ, ഒരു കുഴപ്പമില്ല. ജിഷമോൾ മദ്യപിക്കൂ? ഇല്ല. നിർബന്ധിച്ച് സൗഹൃദത്തിൽ ആരെങ്കിലും മദ്യം കൊടുത്തു കഴിഞ്ഞാൽ മദ്യപിക്കും? ഇന്നേ വരെ അങ്ങനെ കെട്ടിയ വെള്ളം കുടിച്ചോണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല കാര്യം. പിന്നെ എങ്ങനെയാണ് ജിഷമോളുടെ ബ്ലഡില്? ആരാണ്ട് പറഞ്ഞു, നമ്മുടെ ഇത് പറഞ്ഞതല്ല, പരിശോധനയിൽ ജിഷമോളുടെ അത് കേട്ടു ഞാൻ. ഒരു കാര്യം കൂടെ പറയാം. അതിന്റെ കൂടെ ബ്ലഡില് മദ്യത്തിന്റെ അംശം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ വരുന്നതല്ല ബ്ലഡില്. കുടിക്കൊന്നുമില്ല, മദ്യം കണ്ടിട്ടില്ല കൊച്ചു. പിന്നെ ജിഷമോൾക്ക് നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ്. അതെ, ഒരു ഇത്രയും പൊക്കമുള്ള ഒരു വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അവളെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരമായ രീതിയിൽ അവളെ പീഡിപ്പിച്ച് അവളെ മുറിപ്പെടുത്താൻ സാധിക്കുന്നു. അത് ഞാൻ നിങ്ങൾ ചിന്തിക്കണ പോലെ ഞാനും ചിന്തിക്കുന്നുണ്ട്. ഞാൻ നുണയൊന്നും പറയുന്നില്ല. ആ വീട്ടിൽ നിന്ന് ഇവിടുത്തെ വിരലടയാളങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചിരുന്നു. അതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. വേറെ ഒരാളുടെ വിരലടയാളം കിട്ടില്ല. കൊച്ചിന്റെ കയ്യിൽ ആരെയാണോ ആ ആളുടെ മുടി ഉണ്ടായിരുന്നു. കനാലിൽ ഇറങ്ങി കൈ കഴുകി പോയ ഒരാളെ കുറിച്ച് ദൃക്സാക്ഷി പറയുന്നുണ്ട്. അവർ പറയുന്നതിനകത്തും അമീർ ഇസ്ലാമിന്റെ ഹൈറ്റോ അങ്ങനെയുള്ള ഒരാളല്ല, അത് വേറൊരു ഹൈറ്റുള്ള വേറൊരു കൂടുതൽ ശരീരമുള്ള ഒരു വ്യക്തിയാണ് അവർ പറയുന്നത്. അമീർ ഇസ്ലാമിന്റെ ഹൈപ്പുമായിട്ടോ അല്ലെങ്കിൽ ശാരീരശേഷിയായിട്ടുള്ള ഒരു ആളെ കുറിച്ചല്ല അവർ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് ശരിയായ രീതിയിൽ നടപടി എടുത്തില്ല? ഇപ്പൊ ഇവനെ കുറിച്ച് ഇങ്ങനെ നല്ല അഭിപ്രായം പറയാനും ഇപ്പൊ 9ാം വർഷത്തിലേക്ക് കടന്നു. ഈ 9ാം വർഷത്തിലേക്ക് കടക്കുന്നത് വരെ അമീർ ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് കുറ്റപത്രം ചുമത്തിയതാണ്, തെറ്റ് ചെയ്തവനാണെന്നും പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് അന്ന് ചെയ്തു? എന്തുകൊണ്ട് ഇവര് ശരിക്കും അന്വേഷിക്കാതെ ഇവര് ചെയ്ത? അമീർ ഇസ്ലാം ചെയ്തല്ല, അമീർ ഇസ്ലാം നിരപരാധി. ഇപ്പൊ അങ്ങനെ ഒരു വാചകമുണ്ട്. അതെന്താന്ന് ഞാൻ പറയട്ടെ, അതെന്താ കാര്യം ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. സൗമ്യവധ കേസിനകത്ത് ഗോവിന്ദചാമീനെ ഇറക്കിയത് ആളൂരാനാണ്. അപ്പൊ
ഗോവിന്ദചാമി ഒരിക്കലും സൗമ്യ ഒരു കാരണവശാലും ട്രെയിനിൽ നിന്ന് വീണ് ചാവാൻ ആഗ്രഹിക്കില്ല ഒരു കുട്ടികളും. അത് നമുക്ക് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാക്കാം. മനഃപൂർവ്വം സൗമ്യനെ കൊന്നതാന്നുള്ളത്. ആ കേസ് നടത്തിയ ആളെ തന്നെ തെരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ, അമീർ ഇസ്ലാമിനെ കൊണ്ടുവരണമെങ്കിൽ അവിടെ എന്തോ ലക്ഷ്യമില്ലേ? ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ നേരത്തെ ചോദിച്ചൊരു കാര്യമാണ്. ചേച്ചി എന്നോട് തന്നെ മറുപടിയും പറഞ്ഞു, അമീർ ഇസ്ലാം ആണ് ചെയ്തതെന്നുള്ള ചേച്ചി പോലും വിശ്വസിക്കുന്നില്ല എന്ന് ചേച്ചി കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ശാരീരിക ശേഷിയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും ഞാൻ പറയില്ല. അത് ഇവിടെ നിയമവും കോടതിയും ജഡ്ജിയും മജിസ്ട്രേറ്റും എല്ലാം ഇവിടെ വിധി എഴുതിക്കുന്നത് അമീർ ഇസ്ലാം എന്നാണ്. ചേച്ചി തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, പിന്നെ ശാരീരിക ശേഷിയുള്ള അങ്ങനെ ഞാൻ പറയില്ല. ആശുപത്രിയിൽ ഞാൻ കിടക്കുന്ന സമയത്തും ഞാൻ വനിതാ പോലീസിനോട് പറഞ്ഞു, സാറേ ഞങ്ങളുടെ അയലക്കത്ത് 3 കുടുംബക്കാർ ഞങ്ങളെ എന്നെ മോളെ കൊല്ലും. കൂടുതൽ കളമ്പാടം മറിയാമയും ആ മൂത്ത മോനും ആ പെൺപിള്ളേരും മാത്രമില്ല. ബാക്കി അപ്പനും ഇളയ മോനും ഈ തള്ളയാണ് എന്നെ കൊച്ചിനെയും കൊല്ലും. വീട്ടിലുള്ളവർ കുഴി കെട്ടി വെച്ചേക്കാൻ പറഞ്ഞ റെഡി, ഉറപ്പായിട്ടും കൊല്ലും. അവർക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ കാശ് കൊടുത്ത് ആളെ വെച്ച് കൊല്ലും. നിന്റെ മോള് നേരം എടുത്ത് പഠിക്കാൻ പോവല്ലേ, ഒരു തമിഴം വണ്ടി വന്ന് ഇടിച്ചു കൊന്നാൽ നീ എങ്ങനെ കേസ് തെളിയിക്കൂടി? ആ രീതി എന്നെ ആ തെളിയിക്കൂടി എങ്ങനെയെന്ന് ചോദിക്കണേ എന്നെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് ഇത് ചെലുത്തിയിട്ടാണ് അവൻ അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചത്? അങ്ങനെയാണെങ്കിൽ അന്ന് ഇതിനു മുമ്പും ഞങ്ങളുടെ വീട്ടിൽ രാത്രി 12 മണിക്ക് എവിടെയോ ദൂരമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ കൊച്ചിനെ വിളിക്കരുത് സ്റ്റേഷനിലേക്ക്, എന്നെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയും. അന്ന് അവിടെ ഇരുന്ന SI ഞാൻ 2 ദിവസം കാത്തിരുന്നു, എന്റെ മാത്രം വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാതെ ആരാണ്ട് വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും, ഞാൻ പോണ കണ്ടിട്ടായിരിക്കും കൊച്ചിനെ വിളിപ്പിച്ചത് കുറുപ്പമ്പടി സ്റ്റേഷനിലേക്ക്. കൊച്ചിനെ വിളിക്കരുത് ഞാൻ 3-4 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാ സാർമാരുടെ അടുത്ത് നിന്ന് പോകുന്നത്. എന്നെ വിളിക്കാവുള്ളൂ, കൊച്ചിനെ വിളിക്കരുത്, കൊച്ചു പ്രായപൂർത്തിയ പെൺകുട്ടികളാണ്, സ്റ്റേഷനിലേക്ക് വിളിക്കരുത് 3-4 പ്രാവശ്യം പറഞ്ഞു. എന്നെ വിളിച്ചോ ഞാൻ വരും, ഞാനാണ് ഈ പരാതി തന്നേക്കണേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാതെ 2 ദിവസം പോലും സാറ് വരാതെ 3-ാം ദിവസം ഞാൻ പുറത്ത് പോണ കണ്ടുകൊണ്ടായിരിക്കണം ഞാൻ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ടാവും. കൊച്ചിനെ വിളിച്ചിട്ട് ഈ സാറ് കൊച്ചു അവിടെ സ്റ്റേഷനിൽ ചെന്ന് എന്താ സാറെ വിളിച്ചതെന്നും ചോദിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോ കൊച്ചിനോട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ സാറ് ചോദിച്ചു, തന്റെ പേരെന്താടോന്ന് ചോദിച്ചാൽ എന്റെ പേര് ജിഷ മോൾ എന്നാണെന്ന് പറഞ്ഞു. കൊച്ചു എല്ലാ കാര്യങ്ങളും ഒരിക്കലും കൊച്ചു നുണ പറയില്ല. എന്തുണ്ടെങ്കിലും ഉള്ളതുപോലെ ആര് പറഞ്ഞാലും പറഞ്ഞതുപോലെ തന്നെ പറയാൻ. ജിഷമോളുടെ സാധാരണ പെൺകുട്ടിയല്ല, അവള് നിയമം പഠിക്കുന്ന പെൺകുട്ടി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ അവൾക്ക് പോകാൻ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടല്ല, കുട്ടി ഇപ്പൊ പഠിക്കണേ ഉള്ളൂ. മാതാപിതാക്കന്മാര് കൊടുത്ത പരാതിക്ക് മാതാപിതാക്കന്മാരെ വിളിക്കേണ്ട കാര്യമുള്ളൂ, കുട്ടികളെ വിളിക്കണേ എന്തിനാ? അപ്പോഴാണ് കൊച്ചിനോട് താൻ അങ്ങോട്ട് മാറിക്കുന്നു പറഞ്ഞ് മാറ്റി നിർത്തി. അപ്പോഴാണ് സാറ് പറയണ കൊച്ചിനോട്, നീ അനുഭവിച്ചതൊന്നും ആയില്ല, ഇനി നീ അനുഭവിക്കാൻ പോവാണെന്ന്. അപ്പം എൻ്റെ കൊച്ചിനെ നേരത്തെ വീണ്ടും കൊല്ലാൻ പോവാന്നുള്ളത് ആ സാറിന് അറിയായിരുന്നല്ലോ. എന്തുകൊണ്ട് അന്ന് പ്രതിയെ പിടിച്ചില്ല? അപ്പം ആ സാറും സൈഡിൽ നിന്നിട്ടല്ലേ ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാരിൻ്റെ യൂണിഫോം ഇട്ട് ഉദ്യോഗം നടത്തുന്ന ഒരു ഉദ്യോഗൻ എൻ്റെ കുട്ടിയോട് അങ്ങനെ പറയണമെങ്കിൽ എൻ്റെ കൊച്ചിനെ കൊല്ലാൻ പോവാന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യരോട് ഒന്നിനും പോകാത്തൊരു കൊച്ച സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിലെ പെൺകുട്ടികളെ സ്റ്റേഷനിലേക്ക് വിളിക്കണ്ടെന്ന് പറയണതിൻ്റെ കാരണം. ആ കുഞ്ഞു പോയി, ഇന്ന് ഇവൻ അകത്ത് കിടക്കുന്നു. യഥാർത്ഥ പ്രതികളെന്ന് പറയുന്നത് കുറേയേറെ ആളുകൾ പുറത്തൂടെ വിലസുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ പറയപ്പെടുന്നത്. എന്തുകൊണ്ട് ഇവര് പിടിക്കണില്ല? ഇത് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചവിട്ടി ചെല്ലല്ലേ, എന്തുകൊണ്ട് പിടിക്കണില്ല? ഇവിടെ അമീർ ഇസ്ലാമാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിയമം, വക്കീല്, പോലീസ് പിന്നെ കോടതിയിൽ നിന്നൊക്കെ ഏൽപ്പിച്ച പിന്നെ അവരെ കൈ തീർന്നു. ജിഷമോള് നമ്മളെ വിട്ടു പോയി. എനിക്ക് പോയിന്ന് പറയാൻ പറ്റില്ല, എന്റെ മോൾ എപ്പോഴും എന്റെ കൂടെ. ഞാൻ അങ്ങനെ ജീവിക്കുന്നത് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എനിക്കത് മനസ്സിലാവും. ജിഷമോൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു കേരളീയ സമൂഹം, മലയാളികൾ എല്ലാവരും വേദനയോടുകൂടിയാണ് ജിഷയുടെ കാര്യം ഓർക്കുന്നത്. ആ കുഞ്ഞ് വിട്ടുപോയി, എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ടെന്ന് ചേച്ചി എന്നോട് എടുത്തെടുത്ത് പിന്നെയും പറഞ്ഞു. ഈ ജിഷമോളും ചേച്ചിയായിട്ടുള്ള യാത്രക്കിടയിൽ അല്ലെങ്കിൽ ചേച്ചിയോട് മോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതോ ചേച്ചി കാണാനിടയായതോ? അത് പറഞ്ഞത് ഇപ്പൊ ഈ SI സാറ് പറഞ്ഞതാണ് പറഞ്ഞേക്കണത്. പിന്നെ കോളേജിൽ 1-2 പ്രാവശ്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പട്ടിമറ്റ സ്റ്റേഷനാണ്, അവിടെ വെച്ചും ഒരു സാറ് ഹരിലാൽ എന്ന് പറഞ്ഞ സാറ് ശല്യപ്പെടുത്തും. കൊച്ചിൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ വെച്ച് ഗ്രാൻഡ് മേടിക്കാൻ പോകുമ്പോൾ കൊച്ചിൻ്റെ പുറകെ പറഞ്ഞു വിടുക, കൊച്ചു കയറുന്ന ബസ്സിന് തന്നെ കയറുക. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പട്ടിമറ്റം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അന്ന് കേസ് കൊടുത്തതാണ്. കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സാറുമാർ ഒരു പെൺകൊച്ചിൻ്റെ ഫോട്ടോ കാണിച്ചു. ഇത് ഒരു പ്രശ്നം ഇതുപോലെ കൊച്ചിനെ ശല്യം ചെയ്ത് ഒരു പെൺകൊച്ചിനെ ശല്യം ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഗതി ഇനി നിങ്ങൾ വരുത്താണ്ട് ജയിലിൽ കിടക്കാണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ, ഈ കൊച്ചിന്റെ നേരെ നിങ്ങളുടെ നിഴല് പോലും അടിക്കരുത് ജിഷയുടെ നേരെ എന്നും പറഞ്ഞാണ് വിട്ടെ. പക്ഷെ ഈ സാറ് ഒരു ദിവസം ഞങ്ങളെ വിളിച്ചു കേസിന് വേണ്ടി. സാധാരണ ഒരു അമ്മേനെയും മകളെയും കേസിന് വേണ്ടി വിളിക്കണേ രാത്രി 8 മണിക്കാണോ സാറേ പോലീസ് സ്റ്റേഷനിൽ, അതും പട്ടിമറ്റ സ്റ്റേഷനിൽ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്റെ മോളെയും വിളിച്ചതാ രാത്രി 8 മണിക്ക്. പക്ഷെ ഇവര് വിളിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനാണല്ലോ, ചെല്ലാതിരിക്കാണ്ട് പറ്റൂല്ലോ എന്ന് ഓർത്താണ് അത് കോരിച്ചൊരിഞ്ഞ മഴ. എന്റെ ആങ്ങളമാരെ വിളിച്ചു ഞാൻ, ഞങ്ങളുടെ കൂടെ ഒന്നും വാ. അവരാരും വന്നില്ല. വരാന്ന് പറയും. അവരെ വേണ്ടി ഞങ്ങൾ ഒരുപാട് നേരം കാത്തു. ഒരു കൊടയിൽ ഞാനും എന്റെ പിള്ള മഴ നനഞ്ഞ് ഒരുപാട് നേരം നിന്നു. അവൻ വരും ഓർത്ത് സൂര്യ വന്നില്ല. ജിഷയുടെ ചേച്ചി ദീപ ആ സമയത്തൊക്കെ എവിടെയുള്ളത്? ദീപ മാറി താമസിക്കാറുന്നു.
ആ സമയത്തൊക്കെ മാറി താമസിക്കാം. പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. ജിഷ മരണപ്പെടുന്നതിന് എത്ര നാളുകൾക്ക് മുൻപാണ് ദീപ മാറി താമസിച്ചു തുടങ്ങിയത്? അതവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി. അവരും ശരിയല്ലാത്തപ്പോൾ തുടങ്ങി അവൾ മാറി. കാരണം അവള് ഡാൻസ് ഒക്കെ പഠിച്ചാൽ കൈത്തൊഴിലൊക്കെ അവൾക്ക് അറിയാം. അപ്പൊ അതിനുള്ള വരുമാനം അവൾക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് അവള് വീട് വാടകയ്ക്ക് എടുത്ത്. ചേച്ചി ഇന്ന് ഈ നായ്ക്കളുടെ കൂടെ ഈ മരത്തിന്റെ വീട്ടിൽ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ അത് വേണ്ട ആ ഒരു ചോദ്യം വേണ്ട. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പറയട്ടെ, എനിക്ക് വീടുണ്ട്, ഞാൻ സമ്മതിച്ചു, ഇല്ലാന്ന് ഞാൻ പറയാനുള്ള. ആ വീടൊക്കെ പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ട വീടൊക്കെ? ഇല്ല, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. അവിടെ CC ക്യാമറ ഉണ്ട്. ജിഷമോളുടെ സിസ്റ്ററാണ് അവിടെ താമസിക്കുന്നത്. ജിഷമോളുടെ ഞാൻ ആക്കിയേക്കണോ മക്കളെ? ചേച്ചിയെ അവിടുന്ന് ഇറക്കി വിട്ടതാണെന്ന് അയൽവക്കക്കാർ പലരും പറയുന്നുണ്ട്. അടിച്ചിറക്കി വിട്ടു എന്നാ പറയുന്നത്. ഇല്ല ആയിക്കോട്ടെ, അത് ഒരാളല്ല പലരാ പറയുന്നത്. ആയിക്കോട്ടെ. അമ്മ അവിടെ കിടത്തിങ്ങളല്ലേ, ആ ചേച്ചി അതവിടെ കിടക്കാറില്ല, പാവനോട് കിടക്കാറുണ്ട്. ഭയങ്കര പോരപ്പാട്ട്. അവള് ഈ തള്ള വരുമ്പോൾ വഴക്ക് പറയും. തല്ലുകൊണ്ട് ഈ തള്ള ഇങ്ങനെ തെണ്ടി കിടക്കാണ്. തല്ലിട്ടാണോ പോയെ? ഈ ആരെയും ദീപയാണോ തല്ലി? പക്ഷെ എന്റെ മകൾക്ക് സുഖമില്ലാത്തൊരു കുട്ടിയാ. ആ കുട്ടിക്ക് ആസ്മാരത്തിന്റെ അസുഖം 2.5 വയസ്സിൽ വന്നതാണ്. അത് മോളെ ചികിത്സിച്ച ഡോക്ടർമാർ ഇപ്പോഴും ഉണ്ട്. അമ്മയും മക്കളും വീട്ടിൽ പല പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. അത് നമുക്ക് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. കാര്യം എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്റെ മകളാ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ തള്ളി പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഇനി വേറെ മക്കളില്ല. ഇനി എനിക്ക് അവളേ ഉള്ളൂ. ചേച്ചിയുടെ ഓർമ്മയിൽ ജിഷമോളോട് ബന്ധപ്പെട്ടിട്ട് ജിഷമോൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇതിനു മുമ്പ് നടന്നായിട്ട് ചേച്ചിക്ക് ഓർമ്മയിലില്ല? നിയമം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏതെങ്കിലും നേതാക്കന്മാരോട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ സംഭാഷണങ്ങൾ മുഷിഞ്ഞ് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വിഷയത്തിന്റെ ആവശ്യം വന്നിട്ടില്ല. പ്രണയമാണ് ജിഷമോളോട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും? എന്റെ മോളെ പലരും അയലക്കത്തു നിന്നൊക്കെ ആരോ ഒക്കെ പറഞ്ഞു വിട്ട് കല്യാണാലോചനയിലും ദീപേനെ തുടങ്ങി. അങ്ങനെ ദീപ എനിക്ക് തുടക്കം നഷ്ടപ്പെടുന്നത്. ദീപേനെ വേളം കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്നെ വണ്ടി ഇടിച്ചത്. ദീപ വീട്ടിലുണ്ടായിരുന്ന സമയത്ത്, ആ 2 കുഞ്ഞുങ്ങളും വീട്ടിലുണ്ടായിരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർത്തെടുത്ത് പറയാം? അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇന്നുവരെ ജിഷമോളുമായിട്ട് ദീപയുടെ വിശേഷങ്ങളൊക്കെ ദീപ ജിഷോട് പറയും. പക്ഷെ ജിഷയ്ക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ വഴക്കോ കാര്യങ്ങളോ അങ്ങനെ? വഴക്കം തമ്മിൽ പിള്ളേരല്ലേ, അവർ ഉടുപ്പെടുക്കണം ഡ്രസ്സ് എടുക്കണതിനൊക്കെ കൊച്ചിലേ തുടങ്ങി പ്രശ്നങ്ങളുള്ളവരാ. എന്ന് വെച്ചാൽ ഒന്നാമത് ദീപയ്ക്ക് എപ്പോഴും ഈ സുഖമില്ലാത്തത് കൊണ്ട് അവൾക്ക് എന്ത് ചെയ്താലും എന്ത് കൊടുത്താലും അവൾക്ക് നമ്മൾ ചെയ്യണമെന്നൊന്നും അവൾക്ക് ശരിയല്ല എന്നാണ് അവള് പറയുള്ളൂ. അവൾക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ അത് അവക്കടെ അസുഖത്തിന്റെ 102 ഡിഗ്രി പനി തലച്ചോറിന് അടിച്ചാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ അടിച്ച സമയത്ത് തന്നെ ഇങ്ങനെ കഴുത്തൊക്കെ കൊച്ചിന്റെ പുറകിൽ പോയി. അപസ്മാരത്തിന്റെ അസ്വസ്ഥതയാണ്. വായിന്ന് ഞൊട്ടയും ഞൊളയും വരും, കഴുത്തിന്ന് പുറകിട്ട് പോയി, കൈയൊക്കെ ഇങ്ങനെ വലിങ്ങി ഞെട്ട് പോലെ. അങ്ങനത്തെ ഒരു അസുഖം കുട്ടിക്ക് ഉണ്ടായതാണ്. 9 വർഷം വരെ ഞാൻ മരുന്ന് മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരുന്ന. ഡോക്ടർ മരുന്ന് നിർത്തരുതെന്ന് പറഞ്ഞ ഞാൻ തന്നെ നിർത്തിയതാണ്. കാരണം പിള്ളേര് വളർന്നു വരുമ്പോൾ ഈ ഇങ്ങനെയുള്ള മരുന്ന് ഭയങ്കര ഇതുള്ളതാണ്. ഇത് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിർത്തരുന്ന ഡോക്ടർ കർശനമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് നിർത്തി. ജിഷമോളുമായിട്ട് ദീപയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് വീട്ടിൽ ആ കനാലിന്റെ സൈഡിൽ താമസിച്ചിരുന്ന സമയത്ത് ഒരു സഹോദരിമാർ തമ്മിലുള്ള തർക്കമല്ലാതെ, ചേട്ടത്തി എനിക്ക് തമ്മിലുള്ളൊരു വഴക്കല്ലാതെ വഴക്ക് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷെ ഒരു ദിവസം കൊച്ചിന്റെ കൊട ഇവള് കൊണ്ടുപോയി. ഇന്ന് മഴയും കണ്ടിട്ടുണ്ടെന്ന് വെയിലും മുമ്പ് മരണപ്പെടുന്ന കുറച്ച് നാൾ മുമ്പാ കൊട കൊണ്ടുപോയി. ഈ കൊട തിരിച്ചു വന്നപ്പോ ഒടിച്ച് വളച്ചൊക്കെ വെച്ചിരുന്നത്. ദീപ കൊണ്ടുപോയി വെയിലായിരുന്നു കൊച്ചിന് വെയിൽ. അപ്പൊ കൊച്ചനോട് പറഞ്ഞു, അമ്മ എന്റെ കൊട വളഞ്ഞു ഒടിഞ്ഞിരിക്കുക. അത് പോട്ടെ മന, ചിലപ്പോ പിള്ളേരെ ആരെങ്കിലും അത് അറിയാതെ ചവിട്ടി പോവുക, കയ്യിൽ നിന്ന് ചാടിപ്പോയതോ എന്തെങ്കിലും ആയിരിക്കും എന്നോർത്ത് ഞങ്ങൾ പറഞ്ഞു അത് ശരിയായിരിക്കും അമ്മച്ചിന്നും പറഞ്ഞു. ഞങ്ങൾ പിന്നെ അത് വലിയ കാര്യത്തിലൊന്നും എടുത്തില്ല. ജിഷ എന്തെങ്കിലും അമ്മയോട് പറയാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ദീപയോട് പറഞ്ഞതായിട്ട് അങ്ങനെ ഇല്ല? അങ്ങനെയൊന്നുമില്ല. പിള്ളേരെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വരൂല ചില ആളുകൾ. ഒരു പയ്യൻ ഇങ്ങനെ കല്യാണം ആലോചിക്കാൻ, പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ വേണ്ട. ജിഷയും പറഞ്ഞു ഇപ്പൊ കല്യാണം ഒന്നും ആലോചിക്കേണ്ട അമ്മ, എനിക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് സ്ത്രീധനം വേണമെന്നു. അപ്പൊ സ്ത്രീധനം ഇല്ലാതെ ഇപ്പൊ കെട്ടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്റെ മോള് പറഞ്ഞു സ്ത്രീധനം ചോദിച്ചു എന്നോരൊന്നും ആരെ കൊണ്ടും എന്നെ അമ്മ കെട്ടിക്കണ്ട, അതിപ്പോ വേണ്ട. എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് നടന്ന് ജീവിക്കണതാ. എന്റെ അമ്മയുടെ കഷ്ടപ്പാട് മാറി ഒരു വീടൊക്കെ വെച്ച് അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് മതി കല്യാണം. കുഞ്ഞിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അമ്മയെ സംരക്ഷിക്കുക, പുതിയ വീട് വെക്കുക. അങ്ങനെയാണ് മോള് പറഞ്ഞുകൊണ്ടിരുന്നതല്ല. പിന്നെ ഞാൻ വരുമ്പോ ഇപ്പൊ എനിക്ക് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോ എന്റെ അമ്മയ്ക്ക് എനിക്ക് ചായയും പാപ്പൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കണം, അമ്മേനെയാണ് എനിക്ക് വേണ്ട. ഇതാണ് എന്റെ മോളൊന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ചെടിയൊക്കെ നട്ടാൽ മറിയാമ്മ പശുവിനെ കൊണ്ടുവന്ന് തീറ്റിക്കും. ഒരു പൂവുണ്ടായി കാണാൻ നമുക്ക് കൊതിയാ. അതുണ്ടായാൽ ഞങ്ങൾ പോയി എവിടെയെങ്കിലും പുറത്ത് പോയി വരുമ്പോൾ അത് പശുവിനെ കയറ്റി തീറ്റിക്കും. അപ്പൊ കൊച്ചു പറഞ്ഞു അമ്മ ഇവിടെ ഒന്നും നടണ്ട, അമ്മയ്ക്ക് ഞാൻ സ്ഥലവും വീടും ഒക്കെ ഞാൻ മേടിച്ചു തരാം. എന്റെ അമ്മ കഷ്ടപ്പെടണില്ല, ഞാൻ വീടും എല്ലാം മേടിച്ച് എന്റെ അമ്മയ്ക്ക് തരും. ആ കുഞ്ഞിന്റെ സ്വപ്നം പോലെ ഒരു വീടും ഉണ്ടായി, ഒരു ചെറിയ സ്ഥലവും ഉണ്ടായി, എല്ലാം വന്നതിന് എന്റെ മോളില്ലാത്ത എന്ത് സാധനം ആർക്ക് വേണം? ഇതുപോലെ കൊതുക് ഇങ്ങനെ
കൊതുകിരി കത്തിച്ച് വെച്ചാൽ ഇതിങ്ങനെ തുറസായിട്ട് സ്ഥലം ഇത് മറേണ്ടത് എറണാകുളത്തെ കൊച്ചിയിലെ കൊതുകിനെ കുറിച്ച് അറിയാം. അവിടെയാണ് ചേച്ചി ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. ഇതിനൊരു അവസാനം വേണ്ടേ? അതിന് വേണമെന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ എനിക്കിതൊന്നും എന്റെ തല കയറില്ല. എനിക്ക് സുഖമായിട്ട് ജീവിക്കാനോ ഉറങ്ങാനോ അതിനൊന്നും അല്ല ഞാൻ കാത്തു നടക്കണേ. എന്റെ ഇഷ്ടം എന്റെ ജീവനായി എന്റെ കൊച്ചിന് വേദന തീറ്റിച്ച ആ വേദന ആമീർ ഇസ്ലാമിന് കൊടുത്ത് കൊന്നു കളയണം. എന്റെ മോള് മരിച്ച അന്ന് ഒടുങ്ങി ഇന്ന് വരെ എന്റെ ചിന്തയുള്ളൂ. മനസ്സിലാക്കുന്നു. മോളെ കൊന്നവൻ തീർന്ന് ചേച്ചിക്ക് കാണണം. അവിടെ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, രണ്ടുപേര് ചേർന്ന് മാത്രമേ ജിഷയെ ഈ രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ച് ഈ രീതിയിൽ അപകടപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കണ്ടില്ല. ആളുകളും ജനങ്ങളും പറയേണ്ട അതൊക്കെ ഞാൻ കേൾക്കണ്ടോ. ഈ ചെവികൂടെ കേട്ടി ചെവിടുക്കൊണ്ടോ എനിക്കിതിനൊന്നും മറുപടി പറയാൻ അറിയാൻ വളഞ്ഞിട്ടല്ല. എന്തോർത്തുകൊണ്ടാണ് പിന്നെ അന്ന് പോലീസും വക്കീലുമാരും ജഡ്ജിമാരും ഇവന് വിധി എഴുതിയത്. ഇവൻ തന്നെ പ്രതിന്ന് ഇവര് തർക്കിച്ച് പറഞ്ഞാണ് അവനെ തൂക്കേറിട്ടത്. അപ്പൊ അന്നൊന്നും ഇവരിതൊന്നും ഓർത്തില്ലേ? അവന്റെ വധശിക്ഷ കാണാൻ വേണ്ടിയാണ് ചേച്ചി കാത്തിരിക്കുന്നത്. അത് ഉറപ്പാണല്ലോ. എനിക്ക് എന്റെ മോളെ തീറ്റിച്ച വേദന അതിൽ കൂടുതൽ അവര് വേദന തിന്നണം. അതെനിക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഈ മറൈൻ ഡ്രൈവിലായാലും എവിടെയായാലും എന്റെ കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ മഞ്ഞും വെയിലൊക്കെ കൊണ്ട് ഞാൻ ഇരിക്കണേ. എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് പോലും അല്ല. ഇപ്പൊ ചേച്ചി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ സമയം ഇതാ പുലർച്ചെ 1:30 മണിയായി. ഈ സമയത്ത് ഇവിടെ ഈ മറൈൻ ഡ്രൈവിലൊന്നും ഈ ഏരിയയിലൊന്നും ആരുമില്ല. ഇതാ പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്. പക്ഷെ അങ്ങോട്ടേക്കൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇരുട്ട്. ഈ കിടന്നുറങ്ങുന്നതാ ഇവനൊക്കെയാണ് ചേച്ചിക്ക് ആകെ കൂട്ടായിട്ടുള്ളത്. എനിക്കത് മതി. എടോ അത് പിടിക്കരുതട്ടാ. പട്ടിയുടെ പിടിക്കരുന്ന്. ഇല്ല പട്ടിയെ പിടിക്കുന്നില്ല. പിടിക്കരുന്ന് പിടിക്കുന്നില്ല. ഞാൻ പേടിക്കണ എന്തിനാ? ഞാൻ ആരെ പേടിക്കണം? താൻ പറ, ഞാൻ ആരെ പേടിക്കണം? ഞാൻ ചിന്തിക്കേണ്ടയും എല്ലാം ഒരാളുണ്ട്, ഓടേ തമ്പുരാൻ. ഈ ദൈവത്തിന്റെ കയ്യിലിരിക്കും പോലെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് ജീവിക്കുന്നത്. പിന്നെ എന്റെ പുള്ളിയുടെ ആത്മാവ് എന്റെ കൂടെ ഉണ്ടാവും. ഇതാ 1:30 മണിയോടെ എടുക്കുന്നു. നേരെ പുലരാറായി. നമുക്ക് ഒരു ചായ കട്ടൻ ചായ എന്തെങ്കിലും കഴിക്കാം. ഞാൻ വന്നില്ല. ഞാൻ പുറത്തേക്കേ വന്നില്ല. പിന്നെ ഒരു കുപ്പി വെള്ളം ഞാൻ മേടിച്ചു. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ കാലത്തല്ലാതെ ഇനി ഒരു സാധനം കഴിച്ചു. ഞാൻ ചായയും കുടിച്ചു, ഒരു കടിയും മേടിച്ചു കഴിച്ചു. അത് മതി. എന്റെ മോള് വെല്ലം കഴിക്കണ്ട. എന്റെ മരിച്ചു പോയ പിള്ള വെല്ലം കഴിക്കണ്ടോ? കുറെ ആളുകൾ കൂടി എന്റെ പിള്ളേനെ രാത്രി കത്തിച്ചില്ലേ? എങ്ങനെ സഹിക്കൂടോ? ഇത്രയും നല്ലൊരു പിള്ളേനെ ഞാൻ കത്തിക്കല്ലേ. നിങ്ങൾ സൂക്ഷിക്ക്. എല്ലാ സൗകര്യം ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ആശുപത്രികളില്. ഒരുപാട് പേര് കാണാനുണ്ടല്ലോ എന്റെ പിള്ളേ. അന്ന് അത് കത്തിക്കാതെ ഇരുന്നെങ്കിലോ എല്ലാ സത്യങ്ങളും പുറത്തു വന്നേ. വൈകിട്ട് 5-6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ശ്മശാനത്തിൽ ദഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിയമമുള്ളതാണ്. പിന്നെന്തിനാ അവര് ദഹിപ്പിച്ചേ? വളരെ പെട്ടെന്ന്. കൊച്ചിന്റെ അച്ഛൻ നിക്കണു, എന്റെ ആൾക്കാരും നിക്കണു. ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ കൊച്ചിന് ഇപ്പൊ ഒന്നും ചെയ്യലേന്ന് പറഞ്ഞപ്പോ ഓണംകുളത്തുള്ള അമ്മയുടെ ചേട്ടത്തിയുടെ മോള് അജിതാന്ന് പറഞ്ഞവള് അന്ന് അവക്കടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്ക്, അവള് തിന്നട്ടെ. അവളെന്തിനാ അങ്ങനെ പറഞ്ഞേ? ചേച്ചി പണ്ട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ചേച്ചി. അതെ, ആ സ്ത്രീ പറഞ്ഞു. എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞേ? സ്വന്തം അമ്മയുടെ ചേട്ടത്തിയുടെ മോളാ. എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞു? ഞാൻ അതാ ചോദിക്കണേ. ഒന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ ഈ തങ്കച്ചന്റെ കാര്യം ഇതിലേക്ക് കയറി വന്നത് എങ്ങനെ, ഏത് വഴി, ആര് പറഞ്ഞുണ്ടാക്കി? തിരുവനന്തപുരത്തുണ്ട് പാപ്പുവിന്റെ ഡീനും കൊച്ചിന്റെ സാധനങ്ങളൊക്കെ കൊണ്ട് ചെക്കപ്പ് നടത്തിയതാ. അത് കോടതിയൊക്കെ പറഞ്ഞ വിവരങ്ങളാണ്. അപ്പൊ തങ്കച്ചന്റെ കൊച്ചല്ല, പാപ്പുവിന്റെ കൊച്ചായി. പാപ്പുവിന്റെ മക്കളേ ഉള്ളൂ എനിക്ക്, വേറെ ആരുടെ മക്കളൊന്നും എനിക്കില്ല. നീതിപീഠം പറയണ സത്യം എന്നാണ് ഞാൻ വില കൽപ്പിച്ചിരിക്കുന്നത്. എനിക്കത് ഒരിക്കലും അല്ലാന്ന് ഞാൻ നിഷേധിക്കാൻ എനിക്ക് പറ്റില്ല. ഇത്ര നാൾ ഇവര് എന്തോർത്തുണ്ടായി ഇതൊക്കെ ചെയ്തേ? ഇവരെവിടെ പോയിരിക്കായിരുന്നു? ഇപ്പൊ പാതിരാത്രി സമയം, നേരം പുലരാറായി. ജിഷയുടെ അമ്മയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. വൈകിട്ട് 5:30-6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ദഹിപ്പിക്കാൻ സാധിക്കില്ല. അവിടുത്തെ പഞ്ചായത്തിന്റെ നിയമമാണ്. രാത്രിയായ സമയം. അന്ന് ഏകദേശം ഒന്ന് എത്ര സമയമായിട്ടുണ്ടാവും? ഏകദേശം എല്ലാവരും 2 ഉറക്കം കഴിഞ്ഞ് എന്നെ ആശുപത്രിയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. ദീപ ഓട്ടോറിക്ഷ വിളിച്ച്. നല്ല രാത്രിയായ സമയമാണ്. ആ സമയമൊക്കെ നമ്മൾ മുൻപ് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സമയത്ത് വളരെ ധൃതി പിടിച്ച് വളരെ പെട്ടെന്ന് ദഹിപ്പിച്ചു കളഞ്ഞു, ഒന്നും ബാക്കി വെക്കാതെ. അപ്പോഴും ഞാൻ ഉറക്കെ പറഞ്ഞു, കൊച്ചിന് മണ്ണുണ്ട്, കുറച്ച് ദിവസം വീട് പണി അങ്ങ് മാറ്റി വെച്ചാൽ പോരെ? കൊച്ചിന് ഭൂമിയുണ്ട്, കൊച്ചിന്റെ അച്ഛന് ഭൂമിയുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ കൊച്ചിന്റെ അച്ഛന്റെ മണ്ണിൽ അടക്കാം, അല്ലെങ്കിൽ കൊച്ചിന്റെ മണ്ണിൽ അടക്കാം. എന്തിനാ അനാഥപ്രദത്തിന് അടക്കി കൊടുത്തില്ല? എന്റെ കൊച്ചിനെ കൊണ്ടുവന്ന് ഇവരടക്കി. എന്നോട് ഇവിടെ ചോദിച്ചില്ലല്ലോ. എന്നെ അവിടെ വണ്ടി കൊണ്ടു ചെന്നപ്പോഴല്ലേ ഞാൻ അറിയണം ശ്മശാനത്തിലേക്ക് പോയേക്കണേന്ന്. ആ കൊച്ചിനെ ഇച്ചിരി നേരത്തേക്ക് എനിക്ക് മുമ്പിൽ വെച്ച് വന്നു. അപ്പോഴാണ് ഞാൻ അറിയണേ എന്റെ കൊച്ചു മരിച്ചു എന്ന് അറിയണത് അന്നാണ്. ഒരു സ്ഥലം വരാൻ പോകാന്നും പറഞ്ഞാണ് എന്റെ മൂത്ത മോള് എന്നെ ശ്മശാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. നേരെ. അപ്പം ഞാൻ മലമുറി കൂടിയാണ് പോണത്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇതിലെ പോണേ? മലമുറി കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം, വെങ്ങോല കൂടിയും പോകും. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ മലമുറി കൂടി ഇങ്ങോട്ട് പോണേ, എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാമേന്നും പറഞ്ഞാണ് ഇവളെ എന്നെ കൊണ്ടുവരുന്നത്. അതുവരെ കൊച്ചു ആശുപത്രിയിലുണ്ട്, കുഴപ്പമില്ല ആശുപത്രിയിലുണ്ട്. ഇതാണ് ദീപ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇഷയുടെ അമ്മയുടെ ആ ഒരു വിലാപം, ആ വാക്കുകൾ നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: 5-6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശ്മശാനത്തിൽ ദഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് പഞ്ചായത്തിന്റെ നിയമമാണ്. അവിടെ ഏതെങ്കിലും ഒരു വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും അല്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു നിയമം. ഇത് UP ബീഹാർ
ബീഹാറിലൊന്നും അല്ല ജിഷയെ ദഹിപ്പിച്ചിരിക്കുന്നത്, കേരളത്തിലാണ്. ജിഷമോളുടെ മരണശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉയർന്നു കേട്ടത് ജിഷയുടെ അമ്മയുടെ ആ ഒരു, നമുക്കാർക്കും ചെവിയിൽ ഇങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ഒരു നിലവിളി ഉണ്ടല്ലോ, ആ നിലവിളിയാണ്. മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും അത് പോവില്ല. അതൊരു മനുഷ്യ മനസാക്ഷിക്ക് താങ്ങാനാൻ പറ്റുന്ന ഒരു നിലവിളിയല്ല. എന്നൊരു കാല് പിടിക്കാറുണ്ടെന്ന പാർട്ടിക്കാരുടെ പോയി വോട്ട് മേടിക്കും ഞങ്ങൾ വേണ്ട. കനാല് മണ്ടല്ലേ എത്ര കൊല്ലം 2 പെൺകുട്ടികൾ വെച്ച് കിടക്കണമെന്നറിയോ സാറേ? ഇത് കണിക്കണ്ട പള്ളി പോയി തെണ്ടി കനാല് മണ്ടി കിടക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലായി സാറേ. ഈ മൃഗീയമായ ബലാത്സംഗവും അതിനെ തുടർന്നല്ല കൊലയും. ഒരു തെരുവുനായ പോലും കിടന്നുറങ്ങുവാൻ വേണ്ടി അറയ്ക്കുന്ന അത്തരം സ്ഥലങ്ങളിൽ ഒരു കൊതുക് പോലും വന്ന് കടിച്ച് ഞാൻ കൊതുകിന് അസുഖം വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ സ്ത്രീ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടന്നുറങ്ങുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കണ്ണ് നനയിക്കുന്നതാണ്. ഇപ്പോൾ ജിഷയുടെ അമ്മ ബ്യൂട്ടി പാർലറിൽ പോയി എന്താണ് ബ്രൂട്ടീഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മലയാളികൾ ഒരുപാട് പ്രാവശ്യം അവരെ കളിയാക്കുകയും മകളുടെ മരണത്തോട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് പണം അവരിലേക്ക് വന്നു ചേർന്നപ്പോൾ അവർ ചെറിയ ആർഭാടം കാണിച്ചു. അവരിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോയി. അവരും ഒരു സാധാരണ ആഗ്രഹങ്ങളൊക്കെ മനുഷ്യ സ്ത്രീയൊക്കെ തന്നെയാണ്. അവരുടെ മകൾ മരണപ്പെട്ടതിനോട് ബന്ധപ്പെട്ട് വന്നു ചേർന്ന പണം അവർ ആർഭാട കാര്യങ്ങൾക്ക് ചെലവഴിച്ചു എന്നുള്ളതാണ് അവർക്ക് മേലെ ചുമത്തുന്ന ഏറ്റവും വലിയ കുറ്റം. പക്ഷെ ഇന്ന് അവർക്ക് ബാക്കിയുള്ള മകൾ ദീപയാണ്. ദീപ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ജിഷയുടെ അമ്മയെ തീർക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ മുൻപേ തന്നെ അവരെ തീർത്ത് കളയാമായിരുന്നു. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അനാഥ പ്രേതം മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ ആ തെരുവോരത്ത് അവിടെ എവിടെയെങ്കിലും കാണും, അത് ജിഷയുടെ അമ്മയായിരിക്കും എന്നുള്ള വാർത്ത പുറത്തു വരുന്നുള്ളത് ഞാൻ ഉറപ്പ് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ജിഷയുടെ മരണത്തോട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു നിഗൂഢതകളൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവരെ എന്നേ ഇല്ലാതാക്കിയത്. കാരണം അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. CC ക്യാമറ ഉള്ളിടത്തൊക്കെയാണ് അവർ പോയി ഇരിക്കുന്നതെന്നൊക്കെയാണ് അവർ എന്നോട് പറഞ്ഞത്. പക്ഷേ CC ക്യാമറ ഇല്ലാത്ത ഏരിയകളിൽ കൂടെ ഒക്കെ അവർ രാത്രിയും പുലർച്ചെ 3 മണിക്കൊക്കെ അവരിലൂടെ നടന്നു. ഇന്ന് വരെ അവരെ ആരും ആക്രമിക്കുകയോ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് വെച്ചാൽ ജിഷയുടെ മരണത്തോട് ബന്ധപ്പെട്ടുള്ള രഹസ്യങ്ങളൊന്നും തന്നെ ജിഷയുടെ അമ്മയ്ക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരും നമ്മുടെ നാട്ടിൽ നമ്മോടൊപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളിൽ ഒരുപാട് തെളിവുകൾ, ആ തെളിവുകളിലൊക്കെ പറയുന്നത് അമീർ റുസ്ലാം പ്രതിയല്ല. കാരണം അകന്ന പല്ലുകളുള്ള ഒരാളുടെ പല്ലുകൊണ്ട് കടിച്ച ആ പാടുകൾക്ക് ജിഷയുടെ മൃതശരീരത്തിൽ നിന്നും കൃത്യമായിട്ട് അന്വേഷണങ്ങളും പരിശോധനകൾക്കുമൊക്കെ അന്നേ ബോധ്യപ്പെട്ടതാണ് അകന്ന പല്ലുകളുള്ള വ്യക്തിയാണ്. മറ്റ് പല തെളിവുകളും അമീർ ഇസ്ലാമിനെതിരായിട്ട് പോലീസ് സ്ഥാപിച്ചെടുത്തിരുന്നു. അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ആ ചോദ്യത്തിനൊന്നും ഒരു മറുപടിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്ത് തന്നെയായാലും നമ്മുടെ പ്രിയപ്പെട്ട ജിഷ, ആ ജിഷയുടെ അമ്മയാണ്. ഏറെ ഹൃദയഭേദകമാണ് ഈ കാഴ്ച. വല്ലാത്ത വിഷമായി പോയി കൊച്ചു മരിച്ചത്. കൊച്ചിനെ കാണുന്നത് എത്ര ദിവസം കൂടി. കൊച്ചിനെ നിങ്ങളിപ്പോൾ തേപ്പിക്കില്ലേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് പറഞ്ഞില്ല, എൻ്റെ ആൾക്കാരെന്തുകൊണ്ട് പറഞ്ഞില്ല, എൻ്റെ ഒപ്പം ഒച്ചത്തിൽ ഒരു വാക്ക്. അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും നിൽക്കണ്ട് ചുറ്റിനും, ആരും മിണ്ടല്ല. എന്തുകൊണ്ട് ഇവരൊക്കെ നാക്ക ഇറങ്ങിപ്പോയോ? ഇവരൊക്കെ ആരായിരുന്നു? എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർ, എൻ്റെ വീട്ടുകാരൊക്കെ എൻ്റെ ആരായിരുന്നു ഇവര്? എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കൊച്ചിനെ ആ സമയത്ത് ഇവര് ദയിപ്പിക്കുവോ? ഇവര് ചൂടായി നിൽക്കുകയാണെങ്കിൽ ആ കൊച്ചിനെ ആരും തൊടൂലായിരുന്നു. ജിഷ കൊല്ലപ്പെടുന്ന അന്ന് ഉച്ചയോടുകൂടി അമീർ ഇസ്ലാം ജിഷയുടെ വീട്ടിലെത്തുകയാണ്. ശേഷം ജിഷയുമായിട്ട് മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്നു, വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ ജിഷ ചെരിപ്പൂരി അമീർ ഇസ്ലാമിൻ്റെ കരണത്തടിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ പകയിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയ അമീർ ഇസ്ലാം പെരുമ്പാവൂർ നഗരത്തിലെത്തി മദ്യപിച്ച് ഒരു ബോധവുമില്ലാത്ത രീതിയിൽ അവൻ ഒരു ആയുധവുമായി മടങ്ങി വരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശേഷം അവൻ ജിഷയുടെ വീട്ടിലെത്തി ജിഷയുമായിട്ട് വീണ്ടും വഴക്കാരംഭിക്കുകയാണ്. അമീർ ഇസ്ലാം കയ്യിൽ കരുതിയിരുന്ന ആ ഒരു ആയുധം അത് ജിഷയുടെ കഴുത്തിൽ കുത്തിയിറക്കി അവളപ്പോൾ വെള്ളം ചോദിക്കുകയാണ്. മദ്യമെടുത്ത് ജിഷയ്ക്ക് നൽകുന്നു. ജിഷ അത് കുടിക്കുന്നു. അങ്ങനെയാണ് ജിഷയുടെ ബ്ലഡിൽ മദ്യത്തിൻ്റെ അംശം കണ്ടതായി പോലീസ് പറയുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള ആ ഒരു പീഡന മുറ അമീർ ഇസ്ലാം ജിഷയ്ക്ക് നേരെ അങ്ങനെ അഴിച്ചുവിടുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അവൻ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് ദണ്ട് അവനത് ജിഷയുടെ ജനനേന്ദ്രിയത്തിനുള്ളിലേക്ക് കുത്തി കയറ്റുകയും പിന്നീട് അടിവയറിൽ ആഞ്ഞ് ചവിട്ടുകയും ചെയ്തപ്പോൾ വയറിനകത്തുള്ള ആന്തരികാവയവങ്ങളെല്ലാം ആ ജനനേന്ദ്രിയത്തിലൂടെ പുറത്തേക്ക് ചാടി വന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ചേച്ചി എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതങ്ങനെ പറയണുള്ളൂ, ഇപ്പൊ പറയണം. ഞാനതിപ്പോൾ കുറച്ച് ദിവസമായി ആലോചിച്ചിട്ടുണ്ട്. കാരണം 9ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 9 വർഷം കഴിയുമ്പോൾ ഇനിയിപ്പോൾ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? നമസ്കാരം ചേട്ടാ. ഓക്കെ, നമ്മുടെ ജിഷയുടെ അമ്മേനെ ഇപ്പൊ കണ്ടിട്ട് എത്ര ആളായി? ഇപ്പൊ കണ്ടിട്ട് ഒരു 10 ദിവസം കൂടുതലായി. നമ്മൾ ആദ്യം കണ്ടതിലും വളരെ മോശം ഒരു സ്റ്റേജാണ് അടുത്ത കാലത്ത് കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ പരിസര ബോധം പറഞ്ഞിട്ട് പബ്ലിക്ക് നിന്ന് വരെ ഒരു യൂറിൻ പാസ് ചെയ്യുമായിരുന്നു. അപ്പൊ ബോഡി വളരെ വീക്കായിരുന്നു. അവര് സ്വയം അറിയാതെ അപ്പൊ അത് ബോഡി വളരെ വീക്കായിട്ട് ഒരുപക്ഷെ എന്തെങ്കിലും രോഗം കാണും, പറയാതെ എന്തോ അറിയത്തില്ല, നിന്നിട്ട് വരെ യൂറിൻ പാസ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ ചെയ്തു, സ്വീപ്പേഴ്സ് ഉണ്ടല്ലോ ക്ലീൻ ചെയ്യുന്നവര് ലേഡീസ് ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, കൊച്ചെ ഇതൊന്ന് വേണ്ടത് ഒരു GCD വല്ലതും പറഞ്ഞിട്ട് ആൾക്കാർ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് ചേട്ടത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. നീണ്ട നാളുകൾ അവരിവിടെ മാറി നിന്നായിട്ട് നിങ്ങളുടെ അറിവില്ല. ഇപ്പോഴാണ് ഒരു ശുദ്ധമായിട്ട് കാണാതാവുക. ഇവർക്ക് എന്തോ വയ്യാതായിട്ട് ഇവർ ആംബുലൻസിൽ കയറ്റി വിട്ടു എന്ന് പറയുന്നത്. അങ്ങനെ കയറ്റി വിട്ടെന്നായിരുന്നു ഒരു 10-12 ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടിരുന്നു. തീരെ ആരോഗ്യം പ്രശ്നമായിരുന്നു. നല്ല ആരോഗ്യ പ്രശ്നമായിരുന്നു അല്ലേ? എന്റെ 3 ദിവസമായിട്ട് അവർക്ക് സുഖമില്ല. കഴിഞ്ഞിട്ട് പനിയായിട്ട് വന്നിട്ട് ഞാൻ ആസ്പത്രിക്കുണ്ട്, എറണാകുളം ആസ്പത്രിയിൽ. ഈ ഗവൺമെന്റ് ആസ്പത്രി കൊണ്ടുപോയിട്ട് അവിടെ ഡോക്ടർമാർ നോക്കൂലെന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് ഡോക്ടർമാർ നോക്കൂലെന്ന് പറഞ്ഞത്? ഡോക്ടർമാർ നോക്കൂല, 200 രൂപ കൊടുത്താൽ മാത്രമേ അവിടെ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. ഗവൺമെന്റ്
ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞു. എന്നിട്ട് 200 ഞാൻ കൊണ്ട് കൊടുത്തു. നിങ്ങളാണ് 200 രൂപ കൊടുത്തത്? പാങ്ങ പൈനാപ്പിളും വിറ്റ് കൊണ്ട് കാശ് കൊണ്ട് കൊടുത്തു. അല്ല, അപ്പൊ നിങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാശ് കൊടുത്തിട്ടല്ല, അവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള നമുക്ക് ഗവൺമെന്റ് തരുന്ന സർവീസ് പറച്ചില് മാത്രമേ ഉള്ളൂ, പ്രവർത്തിലൊന്നുമില്ല. 200 രൂപ ചോദിച്ചു. മാങ്ങയും പൈനാപ്പിളും വിറ്റ് ഞാൻ അവരെ പോയി നോക്കി വരെ ചെയ്തു. എന്താ ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് മോളിന്ന്. ഡോക്ടറെ കണ്ടിട്ട് അവർക്ക് ഗുളിയൊക്കെ എഴുതി കൊടുത്തു. അപ്പൊ ഞാൻ മേടിച്ചു കൊടുക്കാനുള്ള കൊടുത്ത ഒരു ദിവസം വന്ന് എന്റെ വീട്ടിൽ വന്ന് കുളിച്ച്. നിങ്ങളുടെ വീട്ടില്? നിങ്ങളുടെ വീട് എവിടെയാ? മരുന്ന് കടയില്. മരുന്ന് കട? പള്ളുരുത്തി മരുന്ന് കട? പള്ളുരുത്തി മരുന്ന് കട. ഇന്ന് 18-ാം തീയതിയാ. ഇതിന് ഒരാഴ്ച മുമ്പാണ് ഒരാഴ്ച മുമ്പ് വന്നിട്ട് അവിടെ പോയി മരുന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവരിങ്ങോട്ട് പോന്നു. കഴിഞ്ഞപ്പോ പിന്നെ സുഖമില്ലെന്ന് പറഞ്ഞ് പിന്നെ അവര് തിരിച്ചു പോയി. ഇഡ്ഡലി ഞാൻ വേണ്ടി വിളിച്ചോണ്ട് പോയി. അവര് ഇഡ്ഡലി നമ്പർ ആരാണ്ട് അവരുടെ മെക്കറ്റ് കയറി പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചെന്നില്ല, കാരണം എറണാകുളം ആസ്പത്രി വെച്ച്, ഗവൺമെന്റ് ആസ്പത്രി വെച്ച് ഞാൻ ചെന്നില്ല. എനിക്ക് പേടിയായിട്ട് ഞാൻ പോയില്ല. അങ്ങനെ പോകാണ്ടിരുന്ന 200 രൂപ അവർക്ക് കൊണ്ട് കയ്യില് മാങ്ങ പൈനാപ്പിള് വിറ്റ് കച്ചവടം ചെയ്ത് കാശ് കൊണ്ട് കൊടുത്ത പിന്നെയാണ് അവർ രോഗിനെ നോക്കിയത്. എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല, അമ്മയില്ല, അച്ഛനില്ല, ഭർത്താവില്ല, ആരും പോലും ഇല്ലാത്ത. എനിക്ക് 3 മക്കളുണ്ട്, പക്ഷെ ആരും നമ്മൾ നോക്കാറില്ല. ഞാൻ കിടക്കണം സ്വന്തമായ റോഡരികിൽ പെട്ടിക്കടയില്ല. അവിടെയാണോ നിങ്ങൾ രാജേശ്വരമ്മയെ കൊണ്ടുപോയത്? അവിടെ കുളിക്കാനും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? കക്കൂസയില്ല, കുളിമുറിയുണ്ട്. അപ്പൊ അവര് വെള്ളം ചൂടാക്കിയൊക്കെ കൊടുത്ത് കുളിപ്പിക്കൊക്കെ ചെയ്തിട്ടാണ് അവരിങ്ങോട്ട് പോകുന്നത്. ചോറൊക്കെ മേടിച്ചു കഴിയുമ്പോ അവർക്ക് കൊടുക്കുന്ന പൊതിയിൽ നിന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആഹാരം കഴിക്കും മോനെ, മോനെ ആഹാരം കഴിക്കും, മോൻ ആഹാരം ഉണ്ടിട്ടാ, മോന്റെ ആഹാരം മോൻ കഴിക്കണം എന്നും പറഞ്ഞ് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാറുള്ളൂ. അവൾക്ക് വിശക്കൂലേ? മോക്ക് വിശക്കൂലേ? 8 മണിയാകുമ്പോഴത്തേക്ക് അവൾക്ക് ഭക്ഷണം കിട്ടണം. 8 മണിയായിട്ട് ഭക്ഷണം കിട്ടിയെങ്കിൽ അവൾ അപ്പം കിടന്നുറങ്ങും. ഞാനിപ്പോ 2-3 വർഷം കൊണ്ട് കാണുന്നുണ്ട്. 2 വർഷമായിട്ട് കാണുന്നുണ്ട്. 2-3 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇത്രയും ദിവസം നിരന്തരം, കൊറോണയ്ക്ക് ശേഷം ഇവിടെ നിരന്തരം ഉണ്ട്. ഇത്രയും ദിവസം അടുപ്പിച്ച് ഇവിടെ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മിസ്സിംഗ് ഉണ്ടെങ്കിൽ 1-2 ദിവസം ആയിക്കോട്ടെ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസമൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ദിവസം അല്ല 2 ദിവസം ഇല്ല, ഒരു ദിവസമൊക്കെ ഇവരുടെ ഇവിടുന്ന് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഇവിടെ തന്നെ ഉള്ളതാണ്. ഇവിടുന്ന് അവർ മാറി നിൽക്കുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അരഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നല്ലോ. വയ്യാതായപ്പോ ഒരു അവിടെ ചായക്കടയുടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓ, സന്തോഷം. ഓക്കെ, നല്ല വീഡിയോസ് ആണ്. സന്തോഷം. പേരെന്തായിരുന്നു? ലിജു. ഈ ജിഷയുടെ അമ്മേനെ ഇപ്പൊ എത്ര ആളായിട്ടുണ്ടാവും ഇവിടെ കണ്ടിട്ട്? ഇപ്പൊ ലാസ്റ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടോ. 2 ആഴ്ച. നിങ്ങൾ സ്ഥിരം ഇവിടെ ഉള്ള ആളാണോ? ഞാൻ ഈ ഭാഗത്ത് ഉള്ള ആളാണ്. നിരന്തരം എല്ലാ ദിവസവും എല്ലാ ദിവസവും. അപ്പൊ ഇവരെ ഏകദേശം എല്ലാ ദിവസവും തന്നെ ഇവിടെ കാണാറുണ്ട് നിങ്ങൾ അല്ലേ? ഇത്രയേറെ ദിവസം അവർ ഇവിടെ ഇല്ലാതിരുന്നുണ്ടോ ഏതെങ്കിലും ഇത്രയും കാലങ്ങളിൽ? ഇല്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അവിടെയും സ്ഥലമില്ലായിരുന്നു എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞായിരുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന്. ഇതിനുശേഷം നിങ്ങൾ ആരും കണ്ടിട്ടില്ല? പെരുമ്പാവൂർ കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരി അവർ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഒരു 1 വീക്ക് മുന്നേ മറ്റേ ആംബുലൻസിൽ കയറ്റി അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വിട്ടിരുന്നു. അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും 1 വീക്കിനടുത്തായിട്ട് ഉണ്ടാവണം. രാജേശ്വരി മുരുകനാണ്, അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. 17 വയസ്സുള്ളതാണ്. അഡ്മിറ്റ് അല്ലാതെ ഇവിടെ ഒരു ദിവസം കൂടുതൽ തുടരാൻ പറ്റില്ലല്ലോ. ഇല്ല, അഡ്മിറ്റ് ആയതിന്റെ ഡീറ്റെയിൽസിലില്ല. ഇത് ഞാൻ ഈ മാസം തൊട്ട് 1 തീയതി തൊട്ട് നോക്കിയതാണ്. നമ്മുടെ പെരുമ്പാവൂർ കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മ ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നതായിട്ട് ആ സ്ത്രീ ഉള്ളത് മറൈൻ ഡ്രൈവിൽ എവിടെയൊക്കെയാണ് കിടക്കാറ്. ഇതുവരെ അവരെ പിന്നെ ആരും കണ്ടിട്ടില്ല. അവരിവിടെ വരികയോ ഇവിടെ അഡ്മിറ്റിൻ്റെ ചോദിച്ചപ്പോൾ 1 മാസത്തെ അഡ്മിറ്റിൻ്റെ ഇതിൽ കാണിക്കുന്നില്ല. ഇല്ലായിരുന്നു. ജിഷയുടെ അമ്മ രാജേശ്വരി അവരിവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഡ്മിറ്റിൻ്റെ ഇത് കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ വന്നു പോയി എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒന്ന് ചോദിക്കാൻ പറഞ്ഞതാണ്. ഇല്ല, നമ്മുടെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടൊന്നും ഇല്ല. അന്ന് തീരെ വയ്യായിരുന്നു അവർക്ക്. അത് എത്ര ദിവസം മുന്നേ ആയിരിക്കും? ഏകദേശം 2 ആഴ്ച മുന്നേ. ആരോഗ്യം മോശമായിരുന്നു. എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലും മറ്റു ചില ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ ഒരാഴ്ച മിച്ചം തുടർച്ചയായി അന്വേഷിച്ചു. പക്ഷേ ജിഷയുടെ അമ്മ രാജേശ്വരിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. പഴയതുപോലെ മറൈൻ ഡ്രൈവ് തിരുവോരങ്ങളിൽ അവരെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി.